Jesus. We love you, Lord. Holy Spirit, we thank you, Lord. Hallelujah. സ്തോത്രം. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. മിഡിൽ ഈസ്റ്റ് റിവൈവൽ ചർച്ചിൻ്റെ ഈ ആരാധനയിലേക്ക് നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ലൈവായിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്നവരും ഒപ്പം അനേക രാജ്യങ്ങളിൽ പലയിടങ്ങളിൽ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന, യൂട്യൂബിൽ കൂടിയും ഫേസ്ബുക്കിൽ കൂടിയൊക്കെ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ സഹോദരങ്ങളെയും ഈ മീറ്റിങ്ങിലേക്ക് സന്തോഷത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ ഒരുമിച്ച് ദൈവസന്നിധിയിൽ ദൈവിക തിരുമുഖത്തേക്ക് നോക്കി നിറഞ്ഞ സന്തോഷത്തോടെ കർത്താവിനെ ആരാധിക്കുവാനും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുവാനും കർത്താവ് ഇന്ന് പകൽ നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നതിനെ കേൾക്കുവാൻ വേണ്ടിയും ഒരുമിച്ച് പ്രാർത്ഥനയോടെ നമുക്ക് ഒരുങ്ങാം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. കേട്ടില്ല? ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. ഈ അന്തരീക്ഷം കർത്താവിനോടുള്ള സ്തുതികൾ കൊണ്ട്, കർത്താവിനോടുള്ള ആരാധന കൊണ്ട് നിറയപ്പെടട്ടെ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. മാസ്കിനകത്തൂടെ പുറത്ത് ശബ്ദം വരണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കേട്ടില്ല? ഉറക്കെ ഉറക്കെ എത്രത്തോളം ശബ്ദമുയർത്താൻ പറ്റുമോ അത്രത്തോളം ശബ്ദമുയർത്തി ഒരുമിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിൽ ദൈവിക തിരുമുഖത്തേക്ക് നമുക്ക് ഒരുമിച്ച് നോക്കാം. നാം ചുരുക്കമായിട്ടാണ് ആയിരിക്കുന്നതെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഹല്ലേലൂയ, ഈ മീറ്റിങ്ങിൻ്റെ പ്രാരംഭ നിമിഷങ്ങളിൽ തന്നെ പ്രാർത്ഥിച്ച് ഒരുങ്ങുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ചൊന്ന് തയ്യാറാകാം. ഹല്ലേലൂയ, സ്തോത്രം. താങ്ക് യു ലോർഡ്. മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ ആദ്യ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അവൻ പിന്നെ പള്ളിയിൽ ചെന്ന് അവിടെ വരണ്ട കൈയുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. അവർ അവനെ കുറ്റം ചുമത്തേണ്ടതിന് ശബത്തിൽ അവനെ സൗഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. വരണ്ട കൈയുള്ള മനുഷ്യൻ അവൻ നടുവിൽ എഴുന്നേറ്റ് നിൽക്ക എന്ന് പറഞ്ഞു. പിന്നെ അവനോട് ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏത് വിഹിതം എന്ന് ചോദിച്ചു. അവരോ മിണ്ടാതിരുന്നു. അവരുടെ ഹൃദയ കാഠിന്യ നിമിത്തം അവൻ ദുഃഖിച്ചു കോപത്തോടെ അവരെ ചുറ്റും നോക്കി. ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ കൈ നീട്ടി, അവൻ്റെ കൈ സൗഖ്യമായി. ഉടനെ പരീശന്മാർ പുറപ്പെട്ട് അവനെ നശിപ്പിക്കേണ്ടതിന് ഹെരോദാവുമായി കൂടിയാലോചന ചെയ്തു. ഹല്ലേലൂയ. യേശു വരണ്ട കൈയുള്ളൊരു മനുഷ്യനെ സൗഖ്യമാക്കുന്ന വേദഭാഗമാണ് നിങ്ങളുടെ മുൻപിൽ വായിച്ചത്. ഹല്ലേലൂയ. ഈ യേശു ഈ മനുഷ്യനെ സൗഖ്യമാക്കുന്നതിന് മുൻപ് അവിടെ നടക്കുന്ന ചില കാര്യങ്ങൾ അവിടെ ഉള്ളവർ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ശബത്തിൽ യേശു സൗഖ്യമാക്കുമോ ഇല്ലയോ? ഹല്ലേലൂയ. അതിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: പിന്നെ അവനെ നശിപ്പിക്കേണ്ടതിന് ഹെരോദാവുമായി കൂടിയാലോചന എന്ന് പറഞ്ഞാൽ യേശു ഇവിടെ ഈ സൗഖ്യം നടത്തുമോ ഇല്ലയോ എന്ന് നോക്കിയിരുന്ന് യേശു സബത്തിൽ ആ സൗഖ്യം നടത്തിയാൽ യേശുവിനെതിരെ ഗൂഢാലോചന നടത്തുവാൻ അവരുടെ തയ്യാറായിട്ട് നിൽക്കുകയാണ്. എല്ലാം അറിയുന്ന യേശുവിന് നല്ലവണ്ണം അറിയാം, ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു സൗഖ്യം നടത്തിയാൽ എനിക്ക് വിരോധമായിട്ട് ഇവരിവിടെ ഗൂഢാലോചന നടത്തും. ഹല്ലേലൂയ. ഇവരിവിടെ ആലോചന നടത്തും. നോക്കണം, ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്: ഒരു സൗഖ്യം നടത്തുവാൻ യേശുവിനെ തടയുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിനകത്തൊരു വിടുതൽ തരാൻ, അതിനെ തടഞ്ഞു വെക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. ഇന്നാണ്, ഈ നിമിഷത്തിലാണ് ആ വിടുതലിനെ തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നെങ്കിൽ അതിനെ തടയുവാൻ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. ഇത് മനസ്സിനകത്ത് ഉറപ്പിക്കണം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മെ തടയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്: എനിക്ക് യോഗ്യതയില്ല. ഹല്ലേലൂയ. യേശു ഇന്ന് പകൽ നമ്മെ സൗഖ്യമാക്കുമെങ്കിൽ, ഒരു വിടുതൽ അയക്കുമെങ്കിൽ അത് നമ്മുടെ യോഗ്യത നോക്കിയിട്ടല്ല, നമുക്ക് വേണ്ടി കാൽവറിയിൽ ചിന്തിയ ആ രക്തമാണ് നമ്മെ യോഗ്യരാക്കി തീർക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ എനിക്ക് യോഗ്യതയുണ്ടോ എന്നുള്ള ചിന്തയെ മാറ്റിവെക്കുക. എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമോ എന്ന ചിന്തയെ മാറ്റിവെക്കുക. നമ്മുടെ ഹൃദയ വിചാരങ്ങൾ ഒത്തിരി ആകുലത നിറഞ്ഞതാകാം. പല പ്രശ്നങ്ങൾക്കകത്ത്, പല പ്രയാസങ്ങളുടെ അകത്ത്, പല വിഷമതകളുടെ അകത്തായിരിക്കാം ഇന്ന് പ്രഭാതത്തിൽ ഈ മീറ്റിംഗിൽ നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം: ആ വരണ്ട കൈയുള്ളവനെ സൗഖ്യമാക്കിയതുപോലെ ഇന്ന് പകൽ നീ ആരാധിക്കുമ്പോൾ
നീ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ കരത്തിന്റെ സ്പർശനം വിടുതൽ തരാൻ അത് ശക്തിയേറിയതാണ്. ഇന്ന് പകൽ എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഹല്ലേലൂയ. എല്ലാ അധരങ്ങളും തുറന്നാട്ടെ. അല്പനിമിഷങ്ങൾ ഒരുമിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചു തുടങ്ങിക്കാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് തയ്യാറാകാൻ പോവുകയാണ്. റീലാമ ശംദന റഗസിയംദന. അധരങ്ങളെ തുറന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക. ചിൽഡ്രൻസ്, ഐ വാണ്ട് ടു പ്രേ. ഹല്ലേലൂയ, സ്തോത്രം. ഈ ആരാധനയിൽ ഇന്ന് പകൽ കർത്താവേ ഒരു ദൈവിക വിടുതൽ നടക്കണം. ഇന്ന് രാത്രി, ഇന്ന് പകൽ ഞങ്ങളോട് കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവിക സ്പർശനം നടക്കണം. നാളുകളെ അവർ ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവിക കരം പ്രവർത്തിക്കണം. കഴിഞ്ഞ നാളുകളിൽ അത്ഭുതകരമായി ഞങ്ങളെ നടത്തിയ നിന്റെ കൃപകളെ ഞങ്ങൾ ഓർക്കുകയാണ്. അസാധ്യമേറിയ വിഷയങ്ങളുടെ അകത്ത് ഞങ്ങളെ വിടുവിച്ചത് ഞങ്ങൾ അറിയുന്നു. പലപ്പോഴും ഈ ഹോളിന്റെ അകത്ത് നിറഞ്ഞ വേദനയോട് ഞങ്ങൾ വന്നിരുന്നിട്ടുണ്ട്. എന്നാൽ അന്നൊക്കെ ഒരുക്കിയ കണ്ണുനീരിന് അങ്ങ് മറുപടി കൽപ്പിക്കുന്നത് ഞങ്ങൾ പിന്നീട് കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഭാവിയെ നോക്കിയിട്ട് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട്, കർത്താവേ എങ്ങനെയാ മുൻപോട്ട് പോകുന്നതെന്ന്. എന്നാൽ ഞങ്ങൾ തീർന്നു പോകാതെ ഇന്ന് പകലും ഇവിടെ ശേഷിച്ചിട്ടുള്ളത് നിന്റെ കരത്തിന്റെ കൃപയാണെന്ന് ഞങ്ങൾ അറിയുകയാണ്. ഇന്ന് പകൽ കർത്താവേ അങ്ങ് ഞങ്ങളോട് കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങ് വിടുവിക്കുന്നവനാണെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങ് അത്ഭുതം ചെയ്യുന്നവനാണെന്ന് ഞങ്ങൾ അറിയുന്നു. അസാധ്യതകളെ സാധ്യമാക്കുന്നതും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നതായ അങ്ങയുടെ തിരുമുഖത്തേക്ക് ഇന്ന് പകൽ ഞങ്ങൾ നോക്കുകയാണ്. റീബാല ശമന രഗസിയ രഗത്തന വൈഡമൽ പ്രബദന വൈഡമൽ പ്രവശ്യാംദന റീബൽ കമന വൈശംദലേ രഗസിയാംദന. ജീസസ്, ഹല്ലേലൂയ. എല്ലാവരും കരങ്ങളെ ചേർത്ത് അടിച്ച് അല്പനിമിഷങ്ങൾ കർത്താവിനെ ഒരുമിച്ച് ആരാധിക്കുക. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കുകയാണ്. ഇന്ന് പകൽ അങ്ങയുടെ സാന്നിധ്യം ഇതിനകത്ത് നിറയപ്പെടട്ടെ. പരിശുദ്ധയാത്മാവേ, ഞങ്ങൾ അങ്ങയെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഈ പകലിൽ മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരാത്മപ്രവാഹത്തിന്റെ അകത്തേക്ക് ഞങ്ങളെ പരിശുദ്ധയാത്മാവേ അങ്ങ് നയിക്കണമേ. ഞങ്ങൾ കൊതിയോടെ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ ആവലോടെ പ്രാർത്ഥിക്കുകയാണ്. നിന്റെ സാന്നിധ്യം ശക്തിയോടെ ഇന്ന് പകൽ ഞങ്ങളുടെ നടുവിൽ വ്യാപരിക്കണം. പലയിടങ്ങളിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി, വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടിയും ഈ പകൽ ദൈവിക ശക്തി ഇറങ്ങണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ ഞങ്ങൾ പൂർണ്ണമായ ഒരു കാര്യം വിശ്വസിക്കുന്നു. ഇവിടേക്ക് കടന്നു വരാൻ കഴിയാതെ രോഗികളായി ഭവനത്തിലായിരിക്കുന്നവരെ ഇന്ന് പകൽ ഈ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഈ വചന ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവിക കരം അവരെ സ്പർശിക്കും. അത്ഭുതമേറിയ സൗഖ്യങ്ങൾ ഈ പകൽ നടക്കും. ദൈവിക വിടുതലുകൾ ഈ പകൽ നടക്കും. ആത്മാവിൽ ഞങ്ങളത് തിരിച്ചറിയുന്നു. ഞങ്ങളതിനു വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരുമിച്ചൊന്ന് ദൈവത്തിൽ എഴുന്നേൽക്കാമോ? താങ്ക് യു ലോർഡ്. ആ ഇരു കരങ്ങൾ ഒരുമിച്ചൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിയിട്ട് ഹോളി സ്പിരിറ്റ് വി വെൽക്കം. എല്ലാവരും പ്രാർത്ഥിക്കുക. അതിൽ നിന്ന് പറയുക, പരിശുദ്ധയാത്മാവേ ഞങ്ങൾ അങ്ങേ സ്വാഗതം ചെയ്യും. ഐ വാണ്ട് യു ടു സേ ദാറ്റ് വേർഡ്സ്. ജസ്റ്റ് വെൽക്കം ഹോളി സ്പിരിറ്റ്. പരിശുദ്ധയാത്മാവിനെ സ്വാഗതം ചെയ്താണ്. നല്ല പാട്ടുകാരുള്ളത് കൊണ്ട് മീറ്റിംഗ് നല്ലതാവത്തില്ല. നല്ല കീബോർഡിസ്റ്റ് ഉള്ളത് കൊണ്ട്, സൗണ്ട് സിസ്റ്റം ഉള്ളത് കൊണ്ടോ ഒരു മീറ്റിംഗ് അനുഗ്രഹമാകത്തില്ല. ഇതിൽ അനുഗ്രഹമായി തീരണമോ? നിങ്ങൾ കൊതിയോടെ പ്രാർത്ഥിക്കണം. പരിശുദ്ധയാത്മാവേ ഞങ്ങൾ അങ്ങേ സ്വാഗതം ചെയ്യുക. ഞങ്ങളുടെ ഈ മീറ്റിംഗിന്റെ മുഴുവൻ നിയന്ത്രണം അങ്ങ് ഏറ്റെടുക്കണം. ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ, ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. കർത്താവേ, എൻ്റെ ദേഹം, എൻ്റെ ദേഹി, എൻ്റെ ആത്മാവിനെ ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് കൈമാറുകയാണ്. ഒന്ന് പ്രാർത്ഥിക്കുമോ പ്രിയപ്പെട്ടവരെ? ഞങ്ങൾ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളും എഴുന്നേറ്റ് ആ കരങ്ങളൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തി യേശുവിന്റെ തിരുമുഖത്തേക്ക് നോക്കിയിട്ട് അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ടെന്ന് പറഞ്ഞാട്ടെ. കർത്താവേ, ഞാൻ അങ്ങയുടെ തിരുമുഖത്തേക്ക് ഈ പ്രഭാതത്തിൽ നോക്കുകയാണ്. എനിക്കങ്ങല്ലാതെ മറ്റാരുമില്ല. എന്റെ ശരീരത്തിന്റെ അവസ്ഥകൾ നിനക്കറിയാം. എന്റെ മനസ്സിന്റെ ആകുലതകൾ നിനക്കറിയാം. എന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾ അങ്ങേക്ക് അറിയാം. ആരോട് പറയാത്ത എന്റെ വേദനകൾ അങ്ങേക്ക് അറിയാം. അങ്ങ് ഈ പകലിനെ ഒന്ന് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. യേശുവേ, ഞങ്ങളെ ഒന്ന് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. യേശുവേ, അങ്ങയുടെ ശബ്ദം ഒന്ന് കേൾപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. ആഴമാർന്ന ആ സ്നേഹം, ഇതുവരെ ഞങ്ങളെ അത്ഭുതകരമായി വഴി നടത്തിയ സ്നേഹത്തിലേക്ക് ഞങ്ങൾ കൊതിയോടെ നോക്കുകയാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. സ്നേഹമേ യേശുവേ,
യേശു നൽകി നടത്തിയിടുന്നു അളവില്ല ധാരത്തിൽ നാഥൻ നൽകി മാനിക്കുന്നു ആഴമാർന്ന സ്നേഹമേ യേശു നൽകി നടത്തിയിടുന്നു അളവില്ല ദാനത്തെ നാഥൻ നൽകി മാനിക്കുന്നു. ഒരിക്കൽ കൂടെ പാടി ആഴമാർന്ന് ചേർന്ന് പാടാം. അതനുഭവിച്ചൊരുക്കുന്നു പാടി അളവില്ലാത്ത ദാനത്തെ അളവില്ല ദാനത്തെ നാഥൻ നൽകി മാനിക്കുന്നു. ചേർന്ന് പാടാമോ? വർണ്ണിച്ചിടാൻ വാക്കുപോരായേ, വർണ്ണിച്ചിടാൻ നാവുപോരായേ, വർണ്ണിച്ചിടാൻ വാക്കുപോരായേ, വർണ്ണിച്ചിടാൻ നാവുപോരായേ. പാടിയ വർണ്ണിച്ചിടാൻ വാക്കുപോരായേ, വർണ്ണിച്ചിടാൻ നാവുപോരായേ. അങ്ങയുടെ സ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുപോരായേ, വർണ്ണിച്ചിടാൻ ശബ്ദമുയർത്തി വാക്കുപോരാ യേശുവപ്പ. അങ്ങയുടെ സ്നേഹം, അങ്ങ് നൽകുന്ന ദാനങ്ങൾ, ഓ അങ്ങ് ഞങ്ങളെ നടത്തുന്ന വിധങ്ങളെ ഓർക്കുമ്പോൾ ഓ ഹല്ലേലൂയ. എന്റെ കണ്ണു കണ്ടിടുന്നു പുകഴുവാനൊന്നുമില്ലേ, പുകഴുവാനൊന്നുമില്ലേ. മഹത്വം യേശുവിന്, മഹത്വം യേശുവിന്. ഒരിക്കൽ കൂടെ പാടാമോ? എന്റെ കാതിൽ കേട്ടതെല്ലാം എന്റെ കണ്ണു കണ്ടിടുന്നു പുകഴുവാനൊന്നുമില്ലേ. മഹത്വം യേശുവിന്, മഹത്വം യേശുവി. ആ കരങ്ങളൊന്ന് ഉയർത്തി പാടാമോ? വർണ്ണിച്ചിടുവാ വാക്കുപോരായേ,
സ്വർഗത്തിലേക്ക് ഉയർന്നിരിക്കട്ടെ ശക്തിയോടെ. അവൻ നമ്മളെ നടത്തുന്നതിന് തന്ന സൗഖ്യത്തിന് തന്ന എല്ലാ നന്മകളും കൂടെ ഇരിക്കുന്നവര് പാടിയില്ലെങ്കിലും ഞാൻ പാടും. കാരണം എൻ്റെ യേശു എന്നെ സ്നേഹിക്കുന്നത് അത്ര വലിപ്പത്തിലാണ്. യേശു എന്നെ കരുതുന്നത് അത്രമാത്രം അധികത്തിലാണ്. നോക്കണം, മരുഭൂമിയിൽ ഒറ്റപ്പെട്ട 40 വർഷം മരുഭൂമിയിലായിരിക്കുന്ന ദാവീദിന് പറയാൻ ഒന്നേ ഉള്ളൂ, കർത്താവേ, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കുന്നു. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എന്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. അവന് പറയുവാൻ അനേക പരാതികൾ കാണും, പക്ഷെ അവൻ ആഗ്രഹിക്കുന്നത്, അപ്പാ, അങ്ങയുടെ സാന്നിധ്യം മതി. ഓ, അങ്ങയുടെ സാന്നിധ്യം മതി. ഇന്ന് പകൽക്കാലം പറയുവാൻ അനേക കാര്യങ്ങളുണ്ട്, ചോദിക്കുവാൻ അനേക കാര്യങ്ങളുണ്ട്, പക്ഷെ ഒന്ന് മാത്രം ഇന്ന് ചോദിക്കൂ, അപ്പാ, അങ്ങയുടെ സ്നേഹം, അങ്ങയുടെ സാന്നിധ്യം. അതുകൊണ്ട് ഞാൻ പാടും, ഞാൻ പാടും. അതുകൊണ്ട് ശബ്ദമുയർത്തിന്ന് പാടിയ ഹല്ലേലൂയ, കാഴ്ചക്കാരായി നിൽക്കാതെ പാടിയേ നടത്തുന്ന
യേശുനാഥ നീ എന്നാശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. പാടാമ ശബ്ദം ഉയർത്തി. യേശുനാഥ നീ എൻ്റെ ഓ ശരധനരഗദനര യേശുനാഥ നീ പ്രാർത്ഥന പോലാണ്. യേശുനാഥ മാത്രമേ ഉള്ളൂ എനിക്ക് ആശ്രയം, നീ എൻ ശൈലവും എനിക്ക് അങ്ങ് മാത്രമേ എൻ്റെ കോട്ടയും അങ്ങന്റെ സങ്കേതമാണ്, മാത്രമേ. അങ്ങന്റെ അപ്പനാണ്, അങ്ങന്റെ അപ്പനാണ്, അങ്ങ് മാത്രമേ എനിക്കുള്ളൂ. ഇന്ന് പകൽക്കാലം അത് ആരൊക്കെയോ പ്രാർത്ഥന പോലെ പറയുന്നുണ്ട്. അങ്ങ് മാത്രം എന്റെ സങ്കേതം, അങ്ങ് എന്റെ ഉറപ്പുള്ള കോട്ടയാണ്, എന്റെ പാറയാണ്. പാടിയേ യേശുനാഥ നീ എൻ ദൈവം, എന്റെ കോട്ടയും നീ മാത്രമേ. ഓ ആരാധന 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 ഉമക്കേ സ്തുതിക്കാമോ കർത്താവിനെ. ആരാധന ആരാധന ഉമക്കേ ഉയർത്തി വീശാമോ നല്ല ദൈവത്തിന്. അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലീതുപോ. ജനം മുഴുവനൊന്നും പാടി അരികിൽ വരുവാൻ. അരികിൽ ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ രാത്രിയിൽ പ്രാർത്ഥിച്ചപ്പോൾ യേശുവിൻ്റെ സാന്നിധ്യം അറിഞ്ഞവർ എത്ര പേരുണ്ട്? ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചവർ, ഒറ്റയ്ക്ക് കരഞ്ഞവർ. അപ്പം പറഞ്ഞില്ലേ നിങ്ങൾ, യേശുപ്പ അങ്ങ് മാത്രമേ ഉള്ളൂ എനിക്ക്, അങ്ങ് മാത്രം എൻ്റെ അപ്പനാണെന്ന് പറഞ്ഞവർ എത്ര പേരുണ്ട്? അരികിൽ വരുവാൻ, കൃപകൾ തരുവാൻ, നിന്നെ തലോടുവാൻ, നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ അടുത്ത് കിടക്കുന്നവർക്ക് കഴിയത്തില്ല, പക്ഷെ യേശുവിന് കഴിയും. ആമേൻ. ഹല്ലേലൂയ. പാടി അരികിൽ വരുവാൻ, കൃപകൾ തരുവാൻ. യേശു അല്ലാതെ എനിക്കാരും. അതുകൊണ്ട് എൻ്റെ അപ്പനെ എത്ര പാടിയാലും മതി വരത്തില്ല. ഞാൻ അങ്ങയെ സ്തുതിക്കും, അങ്ങയെ ആരാധിക്കും. കൃപകൾ തരൂ ആരുമില്ലീതുപോ ഒരു ആരാധന 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 ആരാധന. ശബ്ദം ഉയർത്തി പാടാമോ? ആരാധന ആരാധന ആരാധന. കരം തട്ടി കർത്താവിന് മഹത്വം കൊടുത്ത ശക്തിയോടെ, ഓ ഹല്ലേലൂയ, ശക്തിയോടെ കർത്താവിന് ഒരു ആരാധന കൊടുക്കാട്ടെ, മുഴു മഹത്വം കൊടുക്കാട്ടെ. ആരാധനയ്ക്ക് യോഗ്യനായവൻ, സ്തുതികൾക്ക് യോഗ്യനായവൻ, സർവ്വത്തിനും മതിയായ നല്ല ദൈവത്തെ കരങ്ങൾ തട്ടി ശക്തിയോടെ എൻ്റെ
എന്റെ കൂടെ നിൽക്കുന്ന ഒരു ദൈവം. മനുഷ്യരൊക്കെ മാറിപ്പോയപ്പോ എന്നെ കൈവിടാതെ മുറുകെ പിടിച്ചൊരു ദൈവം, എന്റെ കിടക്കയുടെ അരികിൽ വന്ന ദൈവം, എന്നെ ആശ്വസിപ്പിച്ച ദൈവം, എനിക്ക് സൗഖ്യം തന്ന ദൈവത്തെ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ. സത്യത്തിലും ആത്മാവിലും അവൻ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അന്യഭാഷകളിൽ ഒന്ന് സംസാരിച്ച നിന്റെ അരികിൽ നിൽക്കുന്ന ഒരു ദൈവം ഈ പകൽക്കാലം വെളിപ്പെടുന്നു. നിന്റെ അടുത്ത് നിൽക്കുന്ന ദൈവത്തോടൊന്ന് സംസാരിച്ച് ഒരു പുതിയ ബലം ഇന്ന് പകൽക്കാലം ആരാധനയിൽ സംഭവിക്കട്ടെ. നിന്റെ കൂടെ നടക്കുന്ന ഒരു ദൈവം ഇപ്പോൾ തന്നെ നീ തിരിച്ചറിയട്ടെ. രാത്രിയിൽ നിന്റെ പ്രയാസത്തെ മാറ്റിയ ദൈവത്തെ ഈ പകൽക്കാലം നീ തിരിച്ചറിയുന്നു. അടുത്തു നിൽക്കുന്നവൻ സർവശക്തനാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര പേർക്ക് ഉറപ്പുണ്ട് എന്റെ കൂടെ ദൈവമുണ്ടെന്ന്? കാരണം സ്തുതികളിൽ മേൽ വസിക്കുന്ന ഒരു ദൈവമാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പ്ലാറ്റ്ഫോം മുഴുവനും ദൈവ സാന്നിധ്യത്താൽ നിറഞ്ഞു നിൽക്കുന്നു. അവന്റെ സാന്നിധ്യം അറിയുന്നവരൊക്കെ ഒന്ന് സ്തുതിച്ചാട്ടെ. അപ്പോൾ സ്തുതിക്കുമ്പോൾ സ്തുതികളുടെ മേൽ വസിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഒന്ന് ചിന്തിച്ച്, ഓരോരുത്തരും സ്തുതിക്കുമ്പോൾ നമ്മുടെ മുകളിൽ വാഴുന്നത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാണ്. നിങ്ങൾ സംസാരിക്കാതെ പാടാതിരുന്നാൽ നിങ്ങൾ ചിന്തിച്ചോണം അവൻ എൻ്റെ കൂടെ ആരുമില്ലെന്ന്. പക്ഷെ നിങ്ങൾ സംസാരിക്കുകയും പാടുകയും സന്തോഷിക്കുകയും ചെയ്യുമ്പോൾ ഉദ്ദേശിച്ചോ, നിങ്ങളുടെ കൂടെ ദൂതന്മാരുണ്ട്, ദൈവ സാന്നിധ്യമുണ്ട്, സ്വർഗീയ അന്തരീക്ഷമാണ് നിന്റെ അടുക്കലുള്ളത്. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ ഒരു വാക്യം പറയുന്നുണ്ട്. നമ്മളെപ്പോഴും ഈ സാഹചര്യത്തിൽ ആമേൻ അത് പറഞ്ഞ് ആശ്വസിക്കാറുണ്ട്. ഇങ്ങനെയാണ് ആ വാക്യം: ദൈവം നമ്മുടെ സങ്കേതവും ബലവും, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ആമേൻ. കഴിഞ്ഞ 2020 നമ്മളത് ഒത്തിരി അനുഭവിച്ചതല്ലേ? ഏറ്റവും അടുത്ത തുണ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇനി എന്ത് സംഭവിച്ചാലും എനിക്ക് ഭയമില്ല. ഹല്ലേലൂയ. അതാണ് സങ്കീർത്തനക്കാരൻ്റെ ഉറപ്പ്. അവൻ ഇനി എന്തൊക്കെ സംഭവിച്ചാലും യേശു അപ്പ എൻ്റെ കൂടെ ഉണ്ട്. കരമൊന്ന് കൊടുക്കാൻ കഴിയില്ലല്ലോ. ഒന്ന് മുഖത്ത് നോക്കി പറഞ്ഞു, യേശു അപ്പ നമ്മുടെ കൂടെ ഉണ്ട്, യേശു അപ്പ നമ്മുടെ കൂടെ ഉണ്ട്. ഇനി ഭൂമിയിൽ എന്ത് സംഭവിച്ചാലും കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് പാട്ടുകാരൻ പറയുന്നത്, എൻ്റെ ബലവും എൻ്റെ കോട്ടയും നീ മാത്രമാണ് യേശുവേ, ആശ്രയമായി നീ അല്ലാതെ ആരുള്ളൂ. ഒന്ന് പറഞ്ഞ്, ആശ്രയമായി അപ്പ അങ്ങ് മാത്രമേ ഉള്ളൂ. ഇനി നിത്യതയോളം നമ്മൾ ഉയർത്തേണ്ട ഒരു വാക്കാണ്: മനുഷ്യരെ ആശ്രയിക്കാൻ പോകണ്ട, പ്രഭുക്കന്മാരെ ആശ്രയിക്കാൻ പോകണ്ട. കാരണം ആശ്രയിക്കാൻ യോഗ്യനായവൻ എൻ്റെ യേശു മാത്രമേ ഉള്ളൂ. ആമേൻ. കരമുയർത്തി അങ്ങനെയെങ്കിൽ നമുക്ക് പാടാം: എൻ ബലം, എൻ കോട്ട, എൻ്റെ ആശ്രയം എൻ്റെ കർത്താവാണ്. നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം. ആരിലും ആരാധ്യം നീ, രാജാവി രാജാവ് നീ, പാടി സ്തുതിച്ചിടുന്ന എന്നാളും നിൻ സ്തുതികൾ. എല്ലാ കരങ്ങൾ തട്ടി ഓ Hallelujah. ആരാധന സ്തുതി രാജാവിനെ. Hallelujah. Hallelujah. ആരാധന സ്തുതി രാജാവിനെ. ഒരിക്കൽ കൂടെ ആരാധന. ഓ Hallelujah. ശ്രദ്ധിക്കുന്നുണ്ടോ? സ്തുതി രാജാവിന്, മനുഷ്യനല്ല, ചെറിയൊരു രാജാവിനല്ല, രാജാവിന്. അഖിലാണ്ടത്വം നിർമ്മിച്ച സർവശക്തനായ ദൈവത്തെയാണ് നമ്മൾ സ്തുതിക്കുന്നത്. രാജാവ് ഉള്ളവിടത്ത് രാജകോലാഹലങ്ങളുണ്ട്. ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നു, ഇന്ന് ഇത്രയും പേരെ കണ്ട സ്ഥിതിക്ക് നിങ്ങൾ കരമൊന്ന് ഉയർത്തി വീശി, എനിക്ക് വേണ്ടിയല്ല, ഒന്ന് വീശി ആ രാജാവിന് മഹത്വം കൊടുത്തിന്ന് പാടാം. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. സ്തുതി രാജാവിന്. കഴുതപ്പുറത്ത് യേശു വരുമ്പോൾ യേശു രാജാവാണെന്ന് മനസ്സിലാക്കി പാടുന്ന
കുറച്ചു കൂട്ടം ഉണ്ടായിരുന്നു, സാധാരണക്കാരാ. പക്ഷേ അവിടെയുള്ള പ്രമാണിമാരും പ്രഭുക്കന്മാരും ഒക്കെ പറഞ്ഞു, ഇവനാണോ രാജാവ്, ഇവനാണോ രാജാവ്. ഇന്ന് പകൽക്കാലം നമ്മളൊക്കെ സാധാരണ ദൈവത്തിൻ്റെ മക്കളാ. നമ്മുടെ കണ്ണിൽ എന്താ കാണുന്നത്? അവൻ രാജാവാണ്, അവൻ മശിഹയാണ്. അങ്ങനെ എനിക്ക് ഇങ്ങനെ കരമടിക്കാനോ ഇങ്ങനെ പാടാനോ അല്ല ഞാൻ വന്നത്. ഞാൻ നൃത്തത്തോടെ ആരാധിക്കുവാൻ, സന്തോഷത്തോടെ ആരാധിക്കുവാൻ, മുഴുബലത്തോടെ ആരാധിക്കുവാൻ. അങ്ങനെയെങ്കിൽ കരങ്ങൾ വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, സ്തുതി രാജാവിനെ, ഹല്ലേലൂയ, നൃത്തത്തോടെ, ഹല്ലേലൂയ, ആരാധന, സ്തുതി രാജാവിന്. ആരിലും ആരാധന, കരങ്ങൾ തട്ടി. ആരിലും ആരാധ്യൻ നീ, രാജാവി രാജാവും നീ. ആരിലും ആരാധ്യം നീ, രാജാവി രാജാവും നീ. പാടി സ്തുതിച്ചിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. പാടി സ്തുതിച്ചിടും ഞാൻ എല്ലാ നാളും ഈ സ്തുതികൾ. സന്തോഷത്തോടെ ഹല്ലേലൂയ, കരങ്ങൾ വീശാൻ കഴിയുന്നവർ ഹല്ലേലൂയ, ആരാധന, സ്തുതി രാജാവിന്. ഉടവശമരാമവനേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, സ്തുതി രാജാവിന്. എൻ ബലവും എൻ കോട്ടയും, എൻ ബലവും എൻ കോട്ടയും നീ മാത്രമേ സുനാഥാ. ഒന്നുകൂടെ. ബലവും എൻ കോട്ടയും നീ മാത്രമേ സുനാഥാ. ആശ്രയമാ നീ അല്ലാതെ ആരുള്ളൂ എൻ ദൈവമേ. ആശ്രയമാ നീ അല്ലാതെ ആരുള്ളൂ എൻ ദൈവമേ. അതുകൊണ്ട് ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, സ്തുതി രാജാവിന്. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതി രാജാവിന്. പാവന പരിശുദ്ധനേ, പാവനന പരിശുദ്ധരെ ആരാധിച്ചിടുന്നു ഞാൻ. പാവനന പരിശുദ്ധരെ ആരാധിച്ചിടുന്നു ഞാൻ. മരവിടവും എന്റെ ഉപനിധിയും നീ മാത്രം യേശുവേ. മരവിടവും മരവിടവും എന്റെ നീ മാത്രം യേശുവേ. ഹല്ലേലൂയ, 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 രാജാവേ. സ്തുതി ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, സ്തുതി ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി എണ്ണമില്ലാതുള്ള നന്മകളോർത്ത വർദ്ധിപ്പാനായിരം നാവുകൾ പോരാ. എണ്ണമില്ലാതുള്ള നന്മകളോർത്ത ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ എന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ശുഭങ്ങൾ നാടു തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിയും. ചുളവിന്റെ മൂടിയെന്നാലും പ്രഖ്യാപിച്ചു പാടിയാട്ടെ. ശുഭങ്ങൾ നാടു തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിയും. ചുളവിന്റെ മൂടിയെന്നാലും ഭയപ്പെടേണ്ടിയും. കൺമണി പോലെ കൺമണി പോൽ നിന്നെ കാക്കുന്നത്
ഭയപ്പെടേണ്ടിനിയും കൂടെ സഹിപ്പാനാരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും ചെറുപണമോ കൂട്ടിനായാലും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും കൂടെ സഹിപ്പാനാരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും തന്നുള്ള കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും കൂടെ വസിക്കും തന്നുള്ള കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും അതുകൊണ്ട് ഞാൻ ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഇനി ശരധാര ഇനി ഭയപ്പെടേണ്ട ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട് ഓ ഭയപ്പെടേണ്ട എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ ഓ ഓ ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ഹല്ലേലൂയ 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 ഓ ഹല്ലേലൂയ 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 ശരധാരധാരധാരികാധാര ഹല്ലേലൂയ 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 ഊടാരാ ധീര ശാന ധീരവലം ശമരി ഊടനമ ശേരെ ഗേരെ ഗേരിവാനാര ധാര ധാര ശാന ധീര ധാര ധീര ശാന ധാര ധാര ഊടവലം ശാരി ശക്തിയോടെ കർത്താവിനാരാധന കൊടുത്തോട്ടെ. ബലമായവൻ, സങ്കേതമായവൻ, കൂടെയുള്ള നല്ല ദൈവത്തെ സർവശക്തൻ നമ്മുടെ നടുവിലുണ്ട്. ഭയപ്പെടുന്ന മേടുകളിൽ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുന്നു. ദൈവത്തിന്റെ കരം നിങ്ങളുടെ മേൽ വെളിപ്പെടുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരാധനയിൽ സംഭവിക്കുന്നു. ആരാധന യാഗന്ന ദൈവത്തിനാരാധന. സത്യത്തിലും ആരാധന 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 യാകുന്ന ദൈവത്തിനാരാധന ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും സൈന്യത്താലെ അല്ല ശക്തിയാലെ അല്ല ദൈവത്തിന്റെ ആത്മാശക്തിയാലെ സൈന്യത്താലെ അല്ല ശക്തിയാലെ അല്ല ദൈവത്തിന്റെ ആത്മ ആർക്കുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം ആണിക്കല്ലു കയറ്റാം ആർക്കുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം ആരാധന യാകുന്ന ദൈവത്തിനാരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന
വിടുതലുകൾ ഇപ്പോൾ തന്നെ ജനത്തിന്റെ മേൽ സംഭവിക്കട്ടെ. ഓ ഹാലലൂയ, ആരാധനയിൽ സംഭവിക്കുന്ന വിടുതലുകൾ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. ഭാരതത്തിന്റെ മേൽ സംഭവിക്കട്ടെ, വ്യക്തികളുടെ മേൽ സംഭവിക്കട്ടെ, തലമുറയുടെ മേൽ സംഭവിക്കട്ടെ, നിങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ സംഭവിക്കട്ടെ. ആരാധിക്കുന്നവന്റെ നടുവിൽ അവൻ വഴികൾ തുറക്കുന്നു, ബന്ധനങ്ങൾ അഴിയുന്നു. വിടുതലുകൾ ഇപ്പോൾ തന്നെ സംഭവിക്കുന്നു. അടഞ്ഞ വാതിലുകൾ തുറക്കുന്നു. കരങ്ങൾ തട്ടി ആരാധിച്ച് ആരാധകന്റെ മുൻപിൽ ചില വാതിലുകൾ തുറക്കുന്നു. ഹല്ലേലൂയ, ചില ചങ്ങലകൾ അഴിഞ്ഞു വീഴുന്നു. കാരണം ഞാൻ ആരാധകനാണ്, ഞാൻ കർത്താവിനെ ആരാധിക്കാൻ വന്നവനാണ്, ഞാൻ എന്നും ആരാധനയിൽ സംഭവിക്കുന്ന വിടുതലുകൾ എന്റെ ഭവനത്തിനകത്ത് ജീവിതത്തിൽ വെളിപ്പെടുന്നു. ആഗ്രഹിക്കുന്ന മേഖലയിൽ അത് വെളിപ്പെടുന്നു. ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നു. ദൈവ സംസാരിച്ചാട്ടെ. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം രാജ്യങ്ങൾ കടന്നാണ് ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം സംഭവിക്കുന്നത്. നീ വിശ്വസിച്ച നിന്റെ കുടുംബത്തിനകത്ത് ഇപ്പോൾ തന്നെ ഒരു വിടുതൽ സംഭവിക്കുന്നു. ആ രോഗിയായി കിടക്കുന്ന മാതാവിന്റെ മേൽ, പിതാവിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ കരം വീഴുന്നു. അരികിൽ ആരുമില്ല, പക്ഷെ ദൈവ സാന്നിധ്യം തൊടുന്നു. വരുവാൻ, കൃപകൾ തരുവാൻ, സൗഖ്യം തരുവാൻ, ബലം തരുവാൻ എന്റെ ദൈവമാണ്, എന്റെ ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ആരാധിക്കുമ്പോൾ രാജ്യങ്ങൾ കടന്ന് എന്റെ മാതാവിന്റെ മേൽ, എന്റെ പിതാവിന്റെ മേൽ, എന്റെ കുടുംബ ബന്ധങ്ങളുടെ മേൽ വെളിപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുന്നു, ഞാൻ ആരാധിക്കുമ്പോൾ ഇവിടം കൊണ്ട് തീരുന്നതല്ല സാന്നിധ്യം. ഞാനിവിടെ വെറും കൈയോടെ വന്നെങ്കിൽ തിരിച്ചു പോകുമ്പോൾ വലിയ മഹത്വമായിട്ടാണ് ഞാൻ മടങ്ങിപ്പോകുന്നത്. വേദനയോടെ, നിരാശയോടെ ഇതിൻ്റെ അകത്ത് കയറിയെങ്കിൽ ഞാൻ മടങ്ങിപ്പോകുന്നത് നിറഞ്ഞ സന്തോഷത്തോടായിരിക്കും. ഉറപ്പുണ്ടെങ്കിൽ ഒന്ന് ആമേൻ പറഞ്ഞ് കർത്താവിനൊരു മഹത്വം കൊടുത്താട്ടെ. ഈ കൂടിവരവൊന്നും വെറുതെ അല്ല കേട്ടോ. ഒത്തിരി നാളം നമ്മൾ ഒതുങ്ങിക്കൂടി, പക്ഷെ ഈ കൂടിവരവൊന്നും വെറുതെ അല്ല. ഇത് സന്തോഷത്തിന്റെ കൂടിവരവാണ്, ഇത് നിറവിന്റെ കൂടിവരവാണ്, ഇത് സാക്ഷ്യത്തിന്റെ കൂടിവരവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ചാൽ, അങ്ങ് പരിശുദ്ധനാണ്, അങ്ങ് സർവശക്തനാണ്, അങ്ങ് രാജാവാണ്, അങ്ങ് രാജാവാണ്, അങ്ങ് രാജാവാണ്. നിങ്ങൾ ആ വാക്കൊന്ന് പറയാമോ? അങ്ങ് രാജാവാണ്, അങ്ങ് രാജാവാണ്, അങ്ങ് സകലത്തിനും യോഗ്യനാണ്. പരിശുദ്ധാത്മാവിന്റെ മുഖത്തേക്ക് നോക്കി, അങ്ങ് മാത്രം യോഗ്യൻ, അങ്ങ് മാത്രം സ്തുതികൾക്ക് യോഗ്യൻ. Thank you, Daddy. Thank you, love you, Father. Thank you, Jesus. Hallelujah. Hallelujah. എൻ്റെ സങ്കേതം, എൻ്റെ ആശ്രയം, അങ്ങ് മാത്രം എൻ്റെ അപ്പനാണ്, അങ്ങ് മാത്രം എൻ്റെ സകലതുമാണ്. എല്ലാം ഒന്നും മറന്നേ, എല്ലാം ഒന്നും മറന്നേ അപ്പയുടെ സന്നിധിയിലോട്ട് നിന്നേ. ആ ചൂടൊന്നറിഞ്ഞ്, ആ സാന്നിധ്യം അറിഞ്ഞ്, കണ്ണുകളൊക്കെ അടഞ്ഞിരിക്കട്ടെ, ആരും കാഴ്ചക്കാരായി നിൽക്കാതെ ആ സന്നിധിയിലേക്കൊന്ന് വന്നേ. ഏൽപ്പിച്ചു കൊടുത്തേ. അങ്ങ് മാത്രം എൻ്റെ അപ്പനാണ്. അതൊന്ന് പറ, അങ്ങ് മാത്രം എൻ്റെ അപ്പനാണ്.
അവനെന്റെ ശൈലവും എൻ കോട്ടയും, അവനെന്റെ രക്ഷയും എന്നാശ്രയം. അവനെന്റെ ശൈലവും എൻ കോട്ടയും, അവനെന്റെ രക്ഷയും എന്നാശ്രയം. എൻ പാതയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, അവനെന്റെ ഉപനിധിയേ. എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, അവനെന്റെ ഉപനിധിയേ. കരങ്ങൾ ഉയർത്തി പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിയിടും നീതാ. വീരനാ ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിയിടും നീതാ. വീരനാ ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. നിന്റെ ഹിതം പോലെ, നിൻ ഹിതം പോലെ നടത്തണേ. പോകേണ്ട വഴി എന്നെ കാണിക്കണേ. പറ, നിൻ ഹിതം പോലെ നടത്തണേ. പോകേണ്ട വഴി എന്നെ കാണിക്കണേ. അത് ഓ കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോനെ. കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോനെ. പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിയിടും നീതാ. വീരനാ ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. പടിയേ പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിയിടും. വീരനാ ദൈവമേ എന്നെയും നീ വീണ്ടതാലേ. ലോകമെന്നും നിന്റെ നാമം ഉയർത്തിയിടും ഞാൻ. നാഥാ നിന്റെ സ്നേഹത്താലേ എന്നെയും നീ വീണ്ടതാലേ. ലോകമെന്നും നിന്റെ നാമം ഉയർത്തിയിടും ഞാൻ. യേശുവേ എൻ ജീവനേ ഞാൻ പാടിടും എന്നാളുമേ. ആരാധ്യനേ എൻ ദൈവമേ, ആരാധ്യനേ എൻ ദൈവമേ. ഞാൻ വാഴ്ത്തിടും, ഞാൻ വാഴ്ത്തിടും എന്നേശുവേ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചേർന്ന് പാടാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പാടിയ ചേർന്ന് പാടി ഹല്ലേലൂയ,
വാഴ്ത്തുന്നു കർത്താവേ. സ്തോത്രം. സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും യോഗ്യനായ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടുത്തു വരുവാൻ, അങ്ങയുടെ മുഖത്തെ അന്വേഷിക്കുവാൻ കർത്താവേ, അങ്ങ് ഞങ്ങൾക്കായി കരുതുന്ന വിധങ്ങളെ ഓർത്ത് അങ്ങയെ സ്തുതിക്കുവാൻ ലഭിച്ച അവസരത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു കർത്താവേ. ഹല്ലേലൂയ. അങ്ങ് മാത്രം ഉന്നതൻ, അങ്ങ് മാത്രം യോഗ്യൻ, അങ്ങ് മാത്രം സ്തുതികൾക്കും ആരാധനയ്ക്കും യോഗ്യൻ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. കടന്നു വന്ന് ഈ ജനത്തെ അവിടുത്തെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അവിടുത്തെ പുത്രൻ്റെ രക്തക്കോട്ടയ്ക്കുള്ളിൽ കർത്താവ് അവരെ മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ വരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവരിലൂടെ വ്യാപരിക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. Hallelujah, hallelujah. Lord, we thank you, we praise you, we bless your holy name. Hallelujah. Amen. Hallelujah, hallelujah. ദയവായി ദൈവസന്നിധിയിൽ ഇരിക്കാം. Praise the Lord. How many of you want a miracle today? Amen. Hallelujah. കൈ താത്തിട്ടല്ലേ എല്ലാവരും പൊക്കി പിടിച്ചേ? കൈ പൊക്കിയവരൊക്കെ പൊക്കി പിടിച്ചേ? എല്ലാവർക്കും വേണ്ടെന്ന് തോന്നുന്നു. കുറച്ച് ഈ ചോദിച്ചത് ഞാനാണ്ട് അതിൻ്റെ പുറകെ എന്തെങ്കിലും പണി വരുമോ എന്ന് വിചാരിച്ച് കൈ പൊക്കാത്തവരുണ്ട്. എന്തായാലും ഈ ചോദ്യം ഞാൻ അവസാനം ഒന്നുകൂടെ ചോദിക്കും. സോ ഐ വോണ്ട് ടു സീ ഹു ഓൾ ആർ റൈസിങ് യുവർ ഹാൻഡ്സ് ദെൻ. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് അവൻ അത്ഭുതം ചെയ്യുന്നവനാണ്. ഹല്ലേലൂയ. ആൻഡ് ഓൾ ഓഫ് us നീഡ് മിറക്കിൾസ് ഇൻ അവർ ലൈഫ്. നമ്മൾ ജീവിക്കുന്നത് ഒരു വീണ ലോകത്തിലാണ്, താണ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, വീഴ്ച വന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോ വി ഓൾ നീഡ് മിറക്കിൾസ്. ഇന്ന് നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? മിറക്കിൾസ് ഇസ് നോട്ട് ഗോഡ്സ് ബെസ്റ്റ് വേ ടു ബ്ലെസ് യു. അത്ഭുതം ദൈവത്തിൻ്റെ ഏറ്റവും മികച്ച വഴി അല്ല. അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. ദൈവം അത്ഭുതം ചെയ്യും. അത്ഭുതങ്ങൾ ഇന്നുമുണ്ട്, അന്നുമുണ്ട്, അതൊന്നും ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ അതല്ല ദൈവത്തിൻ്റെ മികച്ച വഴി. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എന്താണ് ദൈവത്തിൽ നിന്ന് വല്ലതും കിട്ടാനുള്ള ഏറ്റവും ബെസ്റ്റ് മാർഗം എന്താണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ആമേൻ. ഒരിക്കൽ യേശു യെരുശലേമിലേക്ക് കടന്ന് വന്നിട്ട് പറഞ്ഞു, യെരുശലേമേ യെരുശലേമേ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ അതിൻ്റെ ചിറകടിയിൽ ചേർക്കുന്നത് പോലെ നിൻ്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, പക്ഷെ നിങ്ങൾക്കോ മനസ്സായില്ല. അല്ലേ? ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കണം, നമ്മൾ അഭിവൃദ്ധി പ്രാപിക്കണം, നമ്മൾ നന്നായിരിക്കണമെന്നൊക്കെ ദൈവത്തിന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ അതിനനുസരിച്ച് നിൽക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്ന പല നല്ല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെടുകയാണ്. ആമേൻ. അത്ഭുതം നല്ലതാണ്. നമുക്കറിയാം, വചനത്തിലുടനീളം അനേക അത്ഭുതങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷെ പലപ്പോഴും അത്ഭുതം നടക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? എപ്പോഴാണ് അത്ഭുതം നടക്കേണ്ടത്? അത്ഭുതം നടക്കുന്നത് ഒരു പ്രശ്നം വരുമ്പോഴാണ്, അല്ലേ? ഒരു പ്രതിസന്ധിയുടെ മധ്യത്തിലാണ്, അല്ലെ ഒരു ക്രൈസിസിൻ്റെ മധ്യത്തിലാണ്. വേറെ ഒരു മാർഗവുമില്ല, അത്ഭുതം നടന്നാലേ രക്ഷപ്പെടൂ എന്നുള്ള അവസ്ഥയിലാണ് അത്ഭുതം നടക്കുന്നത്. ആമേൻ. അപ്പോൾ എല്ലാവരും എനിക്ക് ഈ ഒരത്ഭുതത്തിൽ നിന്ന് അടുത്ത അത്ഭുതത്തിലേക്ക്, അതിൻ്റെ അടുത്ത് നിന്ന് അടുത്ത അത്ഭുതത്തിലേക്ക് പോകണം എന്ന് ചിന്തിക്കുന്ന, ആഗ്രഹിക്കുന്ന ആളുകൾ ചിന്തിക്കുന്നത് അറിയാമോ? I want to move from one crisis to another. Amen? Is that what you want? Amen? അപ്പോൾ എന്താണ് ദൈവത്തിൻ്റെ നല്ല വഴി എന്ന് അറിയണമെങ്കിൽ ദൈവത്തെക്കുറിച്ച് നമ്മൾ നന്നായിട്ട് അറിയണം. ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, വാട്ട് ഈസ് ഗോഡ്സ് പ്ലാൻ എന്ന് നമ്മൾ നന്നായിട്ട് അറിഞ്ഞെങ്കിലേ ദൈവം നമ്മളിലൂടെ നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന നല്ലത് ലഭിക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. ആമേൻ. ദൈവം ഈ ഭൂമിയെ ഉണ്ടാക്കിയപ്പോൾ ഞാനിത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, God is not micro managing the whole thing. അല്ലേ? ഓരോ ദിവസം വന്നിരുന്നിട്ട് ഇന്ന കാര്യം അന്ന കാര്യം ചെയ്തില്ലെങ്കിൽ ഇതിപ്പം ഷിബു എന്നൊരു കുറ്റം ചെയ്ത് കേട്ടോ, അടി തരുന്നുണ്ട് വൈകിട്ട് എന്ന് പറഞ്ഞ് കുത്തിയിരിക്കുമല്ലോ ദൈവം. ദൈവത്തിന് അതിനൊന്നും സമയമൊന്നുമില്ല. God has put laws in place. അല്ലേ? ദൈവം എല്ലാത്തിനും ഒരു നിയമം വെച്ചിട്ടുണ്ട്. ദൈവം ഈ ഭൂമിയെ ഉണ്ടാക്കിയപ്പോൾ വളരെ കൃത്യമായിട്ട് ഈ ഭൂമിയിൽ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ കാര്യങ്ങളെല്ലാം വളരെ ഫൈൻ ട്യൂൺഡായിട്ട്, അതിൽ ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ ഇവിടെ ജീവൻ ഉണ്ടാകത്തില്ല. അതുപോലെ ഫൈൻ ട്യൂൺഡായിട്ട് നമുക്ക് വേണ്ടുന്നതെല്ലാം നൽകി. അല്ലെ? ആദത്തിനെ എപ്പോഴും സൃഷ്ടിച്ചത്? 6-ാം ദിവസമാണ് സൃഷ്ടിച്ചത്. ആദം ഇവിടെ
ഉണ്ടായ നാൾ മുതൽ തനിക്ക് വേണ്ടതെല്ലാം സൃഷ്ടിച്ച് വെച്ചിട്ടാണ് ആദ്യത്തെ ദൈവം സൃഷ്ടിച്ചത്. ആമേൻ. അപ്പോൾ ഈ നമുക്ക് വേണ്ടുന്നതെല്ലാം ദൈവം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ദർ ആർ നാച്ചുറൽ ലോസ് അല്ലേ. നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പല ഇവിടുത്തെ പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങളുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ നിയമം നമ്മൾ തെറ്റിച്ചാൽ ആ നിയമം നമുക്കെതിരായിട്ട് പ്രവർത്തിക്കും അല്ലേ. ഇപ്പം നമ്മൾ പലപ്പോഴും പറയാറുള്ളതാണ്, ഇവിടുന്ന് താഴോട്ട് ചാടിയാൽ കാലൊടിയും അല്ലേ. ദാറ്റ് ഈസ് എ കോൺസിക്വൻസ് ഓഫ് ബ്രേക്കിംഗ് ദ ലോ. എന്തുകൊണ്ടാണ് താഴോട്ട് ചാടിയാൽ താഴോട്ട് പോകണം എന്ന് ദൈവം വെച്ചിരിക്കുന്നത്? ബിക്കോസ് ആ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ബലത്തിലാണ് ഇത് മുഴുവൻ കൂട്ടി യോജിപ്പിച്ചിട്ടുള്ളത്. ആമേൻ. അപ്പോൾ എന്നിട്ട് ഞാൻ താഴോട്ട് ചാടി കാലൊടിഞ്ഞാൽ ദൈവം ശിക്ഷിച്ചാണെന്ന് പറയാൻ പറ്റുമോ? ഇറ്റ്സ് നോട്ട് ഗോഡ്സ് പണിഷ്മെൻറ്റ്, ഇറ്റ് ഈസ് ദ കോൺസിക്വൻസ് ഓഫ് മീ ബ്രേക്കിംഗ് എ നാച്ചുറൽ ലോ അല്ലേ. ഇതുപോലെ തന്നെ പല ഇപ്പം നല്ല കറണ്ട് പോകുന്ന കമ്പിയിലോട്ട് കയറി കൈ പിടിച്ച് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കും. എനിക്ക് കിട്ടിയതാ. എന്നിട്ട് ദൈവം ശിക്ഷിച്ചാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ദർ ഇസ് എ ലോ. ഇഫ് ദർ ഇസ് എ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്, അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ട്, അതിൽ പിടിച്ചാൽ ഷോക്ക് അടിക്കും. അതേ കയറി പിടിച്ചിട്ട് കർത്താവ് ശിക്ഷിച്ചാണെന്ന് പറഞ്ഞൊരു കാര്യമുണ്ടോ? സോ ലൈക്ക് ദർ ആർ നാച്ചുറൽ ലോസ്. ഇവിടെ പ്രപഞ്ചത്തിന് അതിൻ്റെതായ നിയമങ്ങളുണ്ട്. ആ നിയമം ലംഘിച്ചാൽ അതിൻ്റെ ഭവിഷ്യത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വരും. യു ഹാവ് ടു ഫേസ് ദ കോൺസിക്വൻസ്. അപ്പോൾ അതിനെയാണ് പലരും ഇതേപോലെ തന്നെ, അതായത് ഈ പ്രപഞ്ച നിയമങ്ങൾ ഉള്ളതുപോലെ തന്നെ ദർ ആർ സ്പിരിച്വൽ ലോസ് അല്ലേ. ആത്മീയമായ നിയമങ്ങളുണ്ട്. ആത്മീയമായ നിയമം ലംഘിച്ചാൽ ആത്മീയമായ ഭവിഷ്യത്ത് നേരിടേണ്ടി വരും. അല്ല ദൈവം അവിടെ കുത്തിയിരുന്നുണ്ടാ ഇന്ന ആൾ ഇന്ന കുറ്റം ഇന്ന് ചെയ്തു, അവൻ്റെ പണി ഞാൻ ഇന്ന് കൊടുക്കാമെന്ന് പറഞ്ഞ് ദൈവം അവിടെ ഇരിക്കില്ല. ഹി ഹാസ് ഓൾറെഡി പുട്ട് എ ലോ ഇൻ പ്ലേസ്. അത് ലംഘിച്ചാൽ അതിനുള്ള രക്ഷ വരും. പലപ്പോഴും ഈ നമ്മളൊക്കെ ഭയങ്കര ഡയറ്റും എക്സസൈസും ഒക്കെ കോൺഷ്യസ് ആൾക്കാരാണല്ലോ. വണ്ണം കൂടി കഴിഞ്ഞാൽ ഉടനെ ഡയറ്റ് ചെയ്യും, എക്സസൈസൊക്കെ ചെയ്യും. അപ്പോൾ പലരും പറയുന്നത് ഈ ജപ്പാനിലെ ആൾക്കാർ അവർ ഭയങ്കര അവരുടെ ഒത്തിരി നാൾ ജീവിച്ചിരിക്കുന്ന നല്ല ആരോഗ്യമുള്ളവരാണ്. അപ്പം ഈ ലോകത്തിലുള്ള ഒരാളോട് പറഞ്ഞാൽ അവർ പറയും അവർ നല്ല ഡയറ്റൊക്കെ നോക്കുന്ന ആൾക്കാർ, അവരുടെ ഫുഡിൻ്റെ ഗുണമാണ്, അധികം കഴിക്കത്തൊന്നുമില്ല, നന്നായിട്ടൊക്കെ എക്സസൈസൊക്കെ ചെയ്യും, അതുകൊണ്ട് അവരങ്ങനെ ഇരിക്കുന്നതെന്ന് പറയും. പക്ഷേ ദർ ഇസ് എ സ്പിരിച്വൽ ലോ. നിങ്ങൾക്കറിയാമോ 5-ാമത്തെ കൽപ്പന എന്താ? നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നീ നന്നായിരിക്കുവാനും നിനക്ക് ദീർഘായുസ്സ് ഉണ്ടാകുവാനും നിന്റെ അപ്പനെ അമ്മയും ബഹുമാനിക്കണം. ഓണർ യുവർ ഫാദർ ആൻഡ് യുവർ മദർ. ആമേൻ. അപ്പോൾ എന്ത് സംഭവിക്കും? യു വിൽ ഹാവ് ലോങ് ലൈഫ്. ജപ്പാനിലെ ആൾക്കാർ 100-ന് മേളിൽ വയസ്സിൽ ജീവിച്ചിരിക്കുന്നത് പറയുമ്പോൾ ദേ വർഷിപ്പ് ദെയർ പേരൻസ്. ആമേൻ. നിങ്ങൾ ജാപ്പനീസ് കമ്പനിയായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. അവരുടെ ഒരു ഹയറാർക്കി ഉണ്ട് അവരുടെ അതിനപ്പുറത്തോട്ട് ഒറ്റ ഒരുത്തം മിണ്ടത്തില്ല. ദാറ്റ്സ് ദ ലെവൽ ടു വിച്ച് ദേ ഓണർ their elders, their parents. Amen. Why they live long? Because they follow the spiritual law. Amen. ഈ നിയമം ലംഘിച്ചിട്ട് പിന്നെ എനിക്കത് വേണം ഇത് വേണം കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ദൈവം അടിച്ചാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? God has put a law. You move in line with the law of God, you will be blessed. Amen. അതാണ് നമ്മൾ നോക്കേണ്ടത്. സദൃശ്യവാക്യങ്ങൾ ബൈബിൾ വായിക്കാൻ അറിയില്ലേ? സദൃശ്യവാക്യങ്ങൾ 17-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം ഒന്ന് വായിക്കാമോ? Proverbs 17:22. സന്തുഷ്ട ഹൃദയം നല്ല ഔഷധമാണ്. മെറി ഹാർട്ട് ഈസ് എ ഗുഡ് മെഡിസിൻ. വചനത്തിൻ്റെ പ്രിൻസിപ്പിളാണ്, തത്വമാണ്. സന്തുഷ്ട ഹൃദയം നല്ല ഔഷധമാകുന്നു. അതുകൊണ്ടാണ് വചനം പിന്നെയും പറയുന്നത് കർത്താവിൽ സന്തോഷിപ്പിൻ എന്നേയും പിന്നെയും നിങ്ങളോട് പറയുന്നത്. എന്നാലും ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. എന്നിട്ട് പറയാം അസുഖ, സ്ട്രെസ്സാ, പ്രഷറാ. ആമേൻ. ദൈവം ഈ ഭൂമിയെ ജീവനുള്ളതാക്കി ജീവൻ നിലനിർത്തുവാൻ ചില നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ നിയമം ലംഘിച്ചാൽ അതിൻ്റെ ഭവിഷ്യത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് പോലെ ഈ ഭൂമിയിൽ ദൈവം നമുക്കനുഷ്ഠിക്കുവാൻ ആത്മീയമായ നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. ഇഫ് യു ബ്രേക്ക് ദാറ്റ്, യു ഗോയിങ് ടു ഫേസ് ദ കോൺസിക്വൻസ് ഫോർ ദാറ്റ്. ആമേൻ. അത് പലപ്പോഴും അങ്ങനെ നടക്കുമ്പോഴാണ് നമുക്ക് ഒരു അത്ഭുതം വേണ്ടി വരുന്നത്. എന്നാൽ ദൈവത്തിന് ഒരു നല്ല വഴിയുണ്ട്. ഇതിനേക്കാളൊക്കെ നന്നായിട്ട്
നമ്മൾ നടക്കണം, നമ്മൾ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ വഴിയുണ്ട്. അതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വഴി. വൺ ഇസ് മിറക്കിൾസ്, വൺ ഇസ് ബ്ലെസ്സിങ്. ആമേൻ. ഈ മിറക്കിൾസും ബ്ലെസ്സിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ? മിറക്കിൾസ് നടക്കണമെങ്കിൽ യു നീഡ് ടു ബി ഇൻ എ ക്രൈസിസ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രതിസന്ധി, ഒരു ആപൽസന്ധി, വേറൊരു മാർഗവും ഇല്ല എന്നുള്ള സ്ഥിതിയിൽ മാത്രമേ മിറക്കിൾസിൻ്റെ ആവശ്യമുള്ളൂ. ആമേൻ. ആൻഡ് മിറക്കിൾസ് ആർ ടെമ്പററി. അത് പെട്ടെന്ന് കുറച്ച് കാലത്തേക്കുള്ള കാര്യമാണ്. മിറക്കിൾസ് ആ ആവശ്യം നടക്കാൻ വേണ്ടി മാത്രമുള്ള കാര്യം. ഇറ്റ്സ് നോട്ട് അബണ്ടൻറ്റ് ലൈക്ക് ബ്ലെസ്സിങ്. പക്ഷെ ദൈവത്തിൻ്റെ ആഗ്രഹം ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ അനുഗ്രഹം അനുഭവിച്ച് ജീവിക്കണമെന്നുള്ളതാണ്. ആമേൻ. ഹി വാണ്ട്സ് us to be in his blessing. ആമേൻ. അപ്പോൾ ബ്ലെസ്സിങ്ങിൻ്റെ ഗുണം, ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ഈ ക്രൈസിസിനകത്തല്ല. ബ്ലെസ്സിങ് ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിനെ നിർത്താൻ പറ്റും, തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കും. ആമേൻ. ബ്ലെസ്സിങ് മിറക്കിൾസിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ, മിറക്കിൾസ് എന്താ ഈ മിറക്കിൾ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് എ മിറക്കിൾ? എന്താ അത്ഭുതം എന്ന് പറഞ്ഞാൽ എന്താ അത്ഭുതം? അസാധ്യമായ സാധനം, അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുക, അല്ലേ? ഓർഡിനറി അല്ലാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ സംതിങ് ദാറ്റ് സൂപ്പർസീഡ്സ് ദി നാച്ചുറൽ, അല്ലേ? ഈ നമ്മൾ സ്വാഭാവികമായി കാണുന്ന കാര്യങ്ങളുടെ അപ്പുറത്ത് ഒരു കാര്യം നടക്കുക. ഡസ് ഗോഡ് ഡു മിറക്കിൾസ്? യെസ്, ഗോഡ് ഡു മിറക്കിൾസ്. ദൈവം ഈ ഭൂമി ഉണ്ടാക്കിയപ്പോൾ പ്രപഞ്ച നിയമങ്ങൾ, ആത്മീയ നിയമങ്ങളൊക്കെ വെച്ചാണ് ഭൂമി ഉണ്ടാക്കിയത്. ബട്ട് നമുക്കറിയാം, വചനം വായിക്കുമ്പോൾ പല സന്ദർഭങ്ങളിലും ദൈവം ഇടപെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് ദൈവമാണ് ഈ ആകാശത്തെയൊക്കെ സൃഷ്ടിച്ച് സൂര്യനെ നിയമിച്ചു, ഭൂമിയെ വെച്ചു, ഭൂമിക്ക് ചുറ്റും സൂര്യന് ചുറ്റും ഭൂമി ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നുണ്ട്. ഭൂമിക്ക് ചുറ്റും വലം വെക്കുന്ന ഒരു ചന്ദ്രനുണ്ട്. ഈ ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും എല്ലാം ദൈവമാണ് സൃഷ്ടിച്ചത്. ഹി പുട്ട് എവറിത്തിങ് ഇൻ പ്ലേസ്. പക്ഷെ നമുക്കറിയാം, യോശുവയുടെ കാലത്ത് ഇസ്രായേൽ മക്കളും അവരുടെ ശത്രുക്കളായിട്ട് യുദ്ധം നടന്നപ്പോൾ ഇസ്രായേൽ മക്കൾ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ മക്കൾ തോക്കും. യോശുവ ദൈവത്തോട് പറഞ്ഞു, സൂര്യൻ അസ്തമിച്ച് ഞങ്ങൾ തോക്കും. ദൈവം പറഞ്ഞു, നീ ഒരു കാര്യം, നീ സൂര്യനോട് കൽപ്പിക്കുക, അവിടെ നിൽക്ക്. ആമേൻ. പകൽ ഞങ്ങൾ ജയിക്കാതെ അസ്തമനം ഉണ്ടാവരുത്, അല്ലേ? ഭൂമിയുടെ കറക്കം നിൽക്കണം. ഭൂമിയുടെ കറക്കത്തിലാണല്ലോ രാത്രിയും പകലും ഒക്കെ ഉണ്ടാകുന്നത്. ഭൂമി ഒന്ന് കറങ്ങുന്നത് കുറച്ചു നേരത്തേക്ക് നിന്നാൽ രാത്രി ഉണ്ടാകത്തില്ല. സോ ഗോഡ് ഇൻ്റർവീൻഡ്. ആമേൻ. അങ്ങനെ പല സന്ദർഭങ്ങളിലും ദൈവം സൃഷ്ടിച്ച, ദൈവം നിയമിച്ച നിയമങ്ങളെ ദൈവം സൂപ്പർസീഡ് ചെയ്തിട്ടുണ്ട്. ആമേൻ. അതിനെ ദൈവം ഓവർ റൂൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതല്ല ദൈവത്തിൻ്റെ മികച്ച വഴി. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ട്. ദൈവം അതിന് ശക്തനാണ്, ഇനിയും ചെയ്യും, ഇന്നും ചെയ്യുന്നുണ്ട്. പക്ഷെ ദാറ്റ്സ് നോട്ട് ഗോഡ്സ് ബെസ്റ്റ്. ആമേൻ. ദൈവത്തിൻ്റെ ബെസ്റ്റ് എന്ന് പറയുന്നത് ഞാനും നിങ്ങളും ദൈവം പറഞ്ഞ അനുഗ്രഹം, ദൈവം സ്ഥാപിച്ച അനുഗ്രഹം, അതിൽ ജീവിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ബെസ്റ്റ്. ആമേൻ. അപ്പോൾ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ ഈ നാച്ചുറൽ ലോസിന് എതിരായിട്ട് എന്തെങ്കിലും കിട്ടുന്നതല്ല, അല്ല അതിൻ്റെ മുകളിൽ കൂടെ എന്തെങ്കിലും കിട്ടുന്നതല്ല. നമ്മൾ ദൈവം സ്ഥാപിച്ച നിയമങ്ങൾക്ക് അനുസൃതമായി നീങ്ങുമ്പോൾ നമ്മളിലേക്ക് പകർന്നു വന്നുകൊണ്ടിരിക്കുന്ന അനുഗ്രഹത്തെയാണ് ദൈവിക അനുഗ്രഹം നമ്മൾ പ്രാപിക്കണമെന്ന് ദൈവം പറയുന്നത്. അതാണ് ഈ മിറക്കിളും ബ്ലെസ്സിങ്ങും തമ്മിലുള്ള വ്യത്യാസം. ആമേൻ. ഹല്ലേലൂയ. ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. നിങ്ങൾ പലരും ലോട്ടറി എടുക്കുന്നവരാണെന്ന് എനിക്കറിയാം. കൈയൊന്നും പൊക്കാൻ പറയുന്നില്ല, എനിക്കറിയാം. എന്തിനാണ് ഈ ലോട്ടറി എടുക്കുന്നത്? കർത്താവ് ഒരു അത്ഭുതം ചെയ്യുമായിരിക്കും, അല്ലേ? ഈ ലോട്ടറി അടിച്ചാൽ ഒരു 2 മില്യൺ ദിർഹം കിട്ടിയാൽ എല്ലാം രക്ഷപ്പെട്ടു, അല്ലേ? അതിനല്ലേ ലോട്ടറി എടുക്കുന്നത്. ആമേൻ. എന്നാൽ കർത്താവിൻ്റെ വചനത്തിനകത്ത് അതിനേക്കാൾ വലിയൊരു കാര്യം കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയാമോ? കൊടുപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അമർത്തി കുലുക്കി നിറഞ്ഞു കവിയുന്ന നല്ലൊരളവ് മനുഷ്യർ നിങ്ങളുടെ മടിയിൽ പകർന്ന് തരും. 30, 60, 100 ഇരട്ടി നിങ്ങൾക്ക് കിട്ടും. ആമേൻ. ഇതാ ബ്ലെസ്സിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ. ഹലോ. ആമേൻ. മറ്റേതെന്താ? മറ്റേത് സൂത്രത്തിൽ
നിങ്ങൾ ഈ ലോട്ടറി എടുക്കുന്നവരൊന്ന് ആലോചിച്ച് നോക്കണേ. ഞാൻ ഈ ഇടയ്ക്കൊന്ന് ചിന്തിക്കുമായിരുന്നു, നമ്മൾ ഈ ബാങ്കിലെ ബാങ്ക് ഈ ട്രാൻസാക്ഷനൊക്കെ ഓൺലൈൻ ചെയ്യുമ്പം ഇപ്പോഴേ OTP കിട്ടും ഇല്ലേ, 1 ടൈം പാസ്വേഡ്. അത് അടിച്ചാൽ മാത്രമേ നമ്മുടെ ഫോണിൽ നിന്ന് നമുക്ക് ഈ ട്രാൻസാക്ഷൻ നടത്താൻ പറ്റത്തുള്ളൂ. ചില ബാങ്കിലൊക്കെ 4 ഡിജിറ്റ് OTP ആണ്, ചില ബാങ്കിലൊക്കെ 6 ഡിജിറ്റ് OTP ഉള്ള ബാങ്കുകളൊക്കെ ഉണ്ട്. എപ്പോഴെങ്കിലും ഈ 4 ഡിജിറ്റ് OTP, 4 ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ആകെ 10,000 നമ്പറേ ഉള്ളൂ. ഓക്കെ, 10,000 000 തൊട്ട് 9,999 ഏതെങ്കിലും ഒരു നമ്പറാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന OTP ആയിട്ട്. ഏതെങ്കിലും ഒരു പ്രാവശ്യം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന നമ്പർ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഗസ് ചെയ്യാൻ പറ്റുമോ? ഒറ്റ പ്രാവശ്യം. ആകെ 10,000 നമ്പറുള്ളൂ, അതിനകത്ത് ഒരു നമ്പർ കറക്റ്റായിട്ട് ഗസ് ചെയ്യണം, അതായിരിക്കണം നിങ്ങളുടെ OTP. നടക്കുമോ? ഇതിൻ്റെ 100 ഇരട്ടി ആൾക്കാരാണ് ലോട്ടറി എടുത്തേക്കുന്നത്. അതിനകത്ത് നിങ്ങളുടെ ഒരു നമ്പർ വരണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് എന്താ? യു ആർ ഹോപ്പിംഗ് ഫോർ എ മിറക്കിൾ. പക്ഷെ മറ്റേ ബ്ലെസ്സിങ് അങ്ങ് മറന്നു. ബ്ലെസ്സിങ് എന്താ? നീ 100 രൂപ, ഇപ്പം ഞാൻ നിങ്ങളോട് പറയുകയാണ്, യു ഗീവ് മീ 100 dirhams, I'll give you 10,000 back. അതാ 100 ഇരട്ടി. ആമേൻ. ദൈവത്തിന് 100 രൂപ നിങ്ങൾ കൊടുക്കുക, he'll give you 100-fold, 10,000%. പക്ഷെ നമ്മൾ ലോട്ടറി അടിച്ചിട്ട് 1 മില്യൺ കിട്ടാനിരിക്കുക. ഈ പറയുന്ന ബ്ലെസ്സിങ് പ്രിൻസിപ്പിൾ നമുക്ക് ബാധകമല്ല. വി ആർ നോട്ട് ലിസണിങ് ടു വാട്ട് ഗോഡ് ഇസ് സേയിങ്. ദൈവത്തിൻ്റെ പ്രിൻസിപ്പിൾ എന്താ? I want to bless you, but you need to do something for that. Hallelujah. പലപ്പോഴും നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം, അതാണ് ദൈവത്തിൻ്റെ ബെസ്റ്റ്. ഗോഡ് വാണ്ട്സ് ടു ബ്ലെസ് യു. ദൈവത്തിന് നിങ്ങളുടെ 100 രൂപ കിട്ടിയിട്ട് ഒന്നും ചെയ്യാൻ, നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി ദൈവം പറയുന്നത് ഗിവ് ആൻഡ് ഇറ്റ് ഷാൽ ബി ഗിവൻ അൺടു യു. നമ്മളിതിങ്ങനെ പിടിച്ചു വെച്ചോണ്ടിരിക്കുക, അയ്യോ ഇത് പോയി കഴിഞ്ഞാൽ തീർന്ന്. ആമേൻ. നമ്മൾ ഇസ്രായേൽ മക്കളുടെ കാര്യം നമുക്കറിയാം. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് ദൈവം അവരെ പിടിച്ചുകൊണ്ട് പോയി. ദൈവത്തിൻ്റെ ആഗ്രഹം കുറച്ച് നാൾ ഒരു മാസമൊക്കെ അവരെ മരുഭൂമിയിൽ നിർത്തി നിയമമൊക്കെ കൊടുത്തിട്ട് നേരെ കനാൻ ദേശത്തേക്ക് വിടണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. പക്ഷെ അവന്മാരുടെ അവിശ്വാസം കാരണം 40 വർഷം അവരവിടെ തന്നെ കിടന്നു. ആമേൻ. വേദോസ്തവത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് മന്നയുടെ അത്ഭുതം. 40 വർഷം നീണ്ടു നിന്ന അത്ഭുതമാണ്. എല്ലാ ദിവസവും രാവിലെ അവർ ടെൻറ്റിൻ്റെ വാതിൽ തുറന്ന് നോക്കുമ്പോൾ മുമ്പിൽ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം. 40 വർഷം മന്ന, ഭയങ്കര തന്നെയല്ലേ, 40 വർഷം ഒരേ ഫുഡ്. രാവിലെ മന്ന ഫ്ലേക്സ്, ഉച്ചയ്ക്ക് കൊത്തുമന്ന, വൈകിട്ട് മന്ന ചപ്പാത്തിയും പിന്നെ മന്ന പൊറോട്ടയും പിന്നെ കാട റോസ്റ്റോ കാട ഫ്രൈയോ എന്തെങ്കിലും. 40 വർഷം. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ 40 വർഷം അവർ കനാൻ ദേശത്ത് എത്തിയ അന്ന് മന്നയുടെ വരവ് നിന്നു. ആമേൻ. 40 years they enjoyed a miracle. പക്ഷെ അവർ കനാൻ ദേശത്ത്, വാഗ്ദത്ത ദേശത്ത്, ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്ത അനുഗ്രഹത്തിൻ്റെ ദേശത്ത് അവരെത്തിയപ്പോൾ മന്ന നിന്നു. ആമേൻ. ഒന്നാലോചിച്ച് നോക്കിയേ, 40 വർഷമാണ്. ഈ 40 വർഷത്തിനകത്ത് മരുഭൂമിയിലൊത്ത് ജനിച്ച ആൾക്കാരുണ്ട്. അതിനകത്ത് അവർ ഈ മന്ന അല്ലാതെ വേറെ ഒന്നും കണ്ടിട്ടില്ല. അവരോട് പറയുക, നാളെ അവിടെ പോയി മണ്ണിൽ തൂമ്പ എടുത്ത് കുഴി വെട്ടി ഒരു വിത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് കിളിർത്ത് വരും, എന്നിട്ട് അതിനകത്ത് കഴിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? കാരണം ഇവരതെല്ലാം ഒന്നും കണ്ടിട്ടില്ല. പിറ്റേ ദിവസം പോയി രാവിലെ നോക്കി കാണും മന്ന ഉണ്ടോ എന്ന്. ആമേൻ. അവർ കനാൻ ദേശത്ത് പണ്ട് എബ്രാഹിം, സോറി ഒരു പ്രാവശ്യം കൂടെ, എബ്രാഹിം പറഞ്ഞു, നീ എൻ്റെ കഥ പറഞ്ഞാൽ പള്ളി വരത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒറ്റ പ്രാവശ്യം കൂടെ. കുറച്ചാൾ മുമ്പ് നാട്ടിൽ പോയപ്പം ഈ മമ്മിക്ക് കുറേ കോഴിയൊക്കെ ഉണ്ട്. അവിടെ കോഴിയെ കണ്ടപ്പോൾ പറയും, ഈ കോഴിക്ക് ഭയങ്കര സ്റ്റൈൽ കോഴിയാണല്ലോ. ഞങ്ങൾ ചോദിച്ചു, എന്താടാ? നല്ല അടിപൊളി സ്പൈക്സ് ഉണ്ടത് കോഴിക്ക്, കോഴി. അപ്പോഴേ ഞാൻ ചിന്തിച്ചു, നമ്മൾ കുറേ നാളാണ് ഇത്തിരി നാൾ ഇവിടെയൊക്കെ ജീവിച്ചിട്ട് പിള്ളേർ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ. എൻ്റെ ഗോ ദേർ ദേ സീ ദിസ് എന്ന് പറയുന്ന പോലെ ഈ മന്ന മാത്രം കഴിച്ചവൻ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇവൻ്റെ അടുത്ത് ഇത് പറഞ്ഞാൽ ഇവനല്ലോ നടക്കുമോ? പക്ഷെ ദൈവത്തിൻ്റെ വാക്തത്വം എന്താ? വാട്ട് ഈസ് ഗോഡ്സ് പ്രിൻസിപ്പിൾ? നിൻ്റെ കൈ തൊടുന്നതെല്ലാം ഞാൻ അനുഗ്രഹിക്കും. നിൻ്റെ കൈ നീ എവിടെ വെക്കുന്നോ അവിടെ, വെറുതെ ഇരുന്ന് അനുഗ്രഹിക്കുന്നതല്ല, നിൻ്റെ കൈ നീ എവിടെ വെക്കുന്നോ അവിടെ അനുഗ്രഹിക്കും. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിലേക്കൊന്ന് വന്നേ.
ആവർത്തന പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സകല ജാതികൾക്കും മീതെ ഉന്നതനാക്കും. ഓക്കെ, കണ്ടീഷൻ 1. പിന്നെ അങ്ങോട്ട് പറയുകയാണ്, പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് അനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. 8-ാമത്തെ വാക്യം, യഹോവ നിന്റെ കളപ്പുരകളിലും നീ തൊടുന്ന എല്ലാത്തിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും. ആമേൻ. ദാറ്റ്സ് ഗോഡ്സ് പ്രിൻസിപ്പിൾ. നീ കൈ വെക്കുന്നത് ഞാൻ അനുഗ്രഹിക്കാം, നീ എൻ്റെ വാക്ക് കേട്ട് അനുസരിച്ചാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. ബട്ട് നമുക്കെപ്പോഴും വേണ്ട ഷോർട്ട് കട്ട്. ഈ വേദോത്സവം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബുക്ക് ഓഫ് ബ്ലെസ്സിങ്. ആമേൻ. ഇത് അനുഗ്രഹത്തിൻ്റെ പുസ്തകമാണ്, അനുഗ്രഹത്തിൻ്റെ പുസ്തകം. ആദ്യം ആദമിനെ ഉണ്ടാക്കിയപ്പോൾ ദൈവം പറഞ്ഞത്, ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരെ പെരുകണം. അത് കഴിഞ്ഞ് കുറച്ചു നാൾ കഴിഞ്ഞപ്പം നോഹയും കുടുംബം ഒഴിച്ച് ബാക്കി ലോകത്തിലുള്ള സകല മനുഷ്യരും അവർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. നോഹയെ വിളിച്ച് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരെ പെരുകണം. കുറേ കാലം കഴിഞ്ഞപ്പോൾ നോഹയുടെ പുത്രന്മാർ മിക്കവാറും എല്ലാവരും അവരവരുടെ വഴിക്ക് പോയി. ദൈവം ഒരു മനുഷ്യനെ തിരഞ്ഞെടുത്തു, അബ്രഹാം, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഗലാത്യ ലേഖനത്തിൽ വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുക, അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് നമുക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കേണ്ടതെന്ന്. Okay, it's one blessing. ഇത് പല blessing. It's only one blessing. That blessing that started in Genesis, it's still continuing. This is a book of blessing. പക്ഷെ നമുക്കിത് വേണ്ട. This is God's plan for you and me. ഞാനും നിങ്ങളും അനുഗ്രഹിക്കപ്പെടണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഈ അത്ഭുതം നിയന്ത്രിക്കാൻ പറ്റത്തില്ല. You cannot control a miracle, right? നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് അത്ഭുതം നടക്കണമെന്ന് നടക്കത്തില്ല. ദൈവത്തിൻ്റെ ചോയ്സാണ്. ദൈവം എപ്പോഴാണോ നമ്മളെ വിടുവിക്കേണ്ടത് അപ്പോൾ ദൈവം ചെയ്യുന്ന കാര്യമാണ് അത്ഭുതം. But you can control a blessing. Amen. If you follow the principle of God, you will definitely get a blessing. Amen. അതിന് യാതൊരു വ്യത്യാസമില്ല. You follow the principle, you get blessed. ഹല്ലേലൂയ. വചനത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ നന്മകളും നമ്മൾ അനുഭവിക്കാൻ വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളതാണ്. Only thing is that we have to follow the principle. Every blessing has a condition. കണ്ടീഷൻ അനുസരിച്ചോ you will have a blessing. പലപ്പോഴും ഇത് പറഞ്ഞ ആളിനെ കുറിച്ച് നമുക്ക് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ചെയ്യാത്തത്. ദൈവം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളതൊക്കെ ശരിയാണ്, പക്ഷേ കണ്ടിട്ടുണ്ട് എന്ന നമ്മുടെ ചിന്ത, അതുകൊണ്ടാണ് പലപ്പോഴും നമ്മളിത് ചെയ്യാത്തത്, അല്ലേ? കർത്താവ് എന്താ പറയുന്നത്? ഞാൻ എൻ്റെ നിയമം ലംഘിക്കുകയോ എൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യത്തില്ല. ഐ വിൽ നോട്ട് ചേഞ്ച് മൈ വേർഡ്. ഞാനൊരു അനുഗ്രഹം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ന പോലെ ചെയ്താൽ ഇന്ന പോലെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിട്ടിയിരിക്കും. ബിക്കോസ് ദാറ്റ് ഈസ് എ കവനന്റ്. അതൊരു നിയമമാണ്. ഇഫ് ഗോഡ് ഹാസ് സ്പോക്കൺ സംതിങ്, ഇറ്റ് ഈസ് എ ലോ, ഇറ്റ് ഈസ് എ കവനന്റ്, ആൻഡ് ഹീ ഈസ് നെവർ ഗോയിങ് ടു ചേഞ്ച് ദാറ്റ്. നമ്മൾ ആ കർത്താവ് പറഞ്ഞതിനനുസരിച്ച് നടന്നാൽ ഇറ്റ് ഈസ് 100% ദറ്റ് യു ആർ ഐ ആർ ഗോയിങ് ടു ഗെറ്റ് ഇറ്റ്. പലപ്പോഴും കിട്ടാത്ത എന്താന്ന് പറഞ്ഞാൽ ബിക്കോസ് വി ആർ നോട്ട് ഫോളോയിങ് ദ കണ്ടീഷൻ. പലപ്പോഴും ആ കണ്ടീഷൻ നമ്മൾ പാലിക്കാത്തതുകൊണ്ടാണ്, വ്യവസ്ഥ നമ്മൾ പാലിക്കാത്തതുകൊണ്ടാണ് പല സന്ദർഭങ്ങളിലും ഇത് നമുക്ക് കിട്ടാതെ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ദിസ് ഈസ് ദ ബുക്ക് ഓഫ് ബ്ലെസ്സിങ്. ഇത് ശാപത്തിൻ്റെ പുസ്തകമല്ല, ഇത് നിങ്ങളെ കുറ്റം വിധിക്കാനുള്ള പുസ്തകമല്ല. ദിസ് ഈസ് ഫോർ യുവർ ബ്ലെസ്സിങ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇത് എപ്പോഴാണ് നമുക്ക് ചാവുമായിട്ട് തീരുന്നത്? വെൻ യു ഡോണ്ട് ഫോളോ ദ കണ്ടീഷൻ. ആമേൻ. നിയമം ലംഘിക്കുമ്പോഴാണ്, ആത്മീയമായ നിയമം ലംഘിക്കുമ്പോഴാണ് അത് നമുക്ക് ശാപമായി തീരുന്നത്. അല്ല, ദൈവം നമ്മളെ ശപിക്കാൻ വേണ്ടി കുത്തിയിരിക്കുകയില്ല. ആമേൻ. ഇത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും ദൈവത്തിൻ്റെ പല അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കാതെ പോകുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നാൽ, അതിൻ്റെ 11-ാം അധ്യായം, 1-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം,
ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ഓക്കെ, ആൻഡ് ഗോഡ് സെഡ് ലെറ്റ് ദി എർത്ത് ബ്രിങ് ഫോർത്ത് ഗ്രാസ് ആൻഡ് ഇറ്റ് വാസ് സോ. നോക്കിയേ എത്ര കൃത്യമായിട്ടാണ് അവിടെ എഴുതി വെച്ചേക്കുന്നതെന്ന്. ദൈവത്തിന് പറഞ്ഞാൽ പറയും പുല്ല് മുളച്ചു വരട്ടെ, സസ്യം മുളച്ചു വരട്ടെ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. എന്തിനാ എത്ര കൃത്യമായിട്ട് എഴുതിയേക്കുന്നത്? പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതതു തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. എന്തിനാ ഈ വിത്തിൻ്റെ കാര്യം പറഞ്ഞത്? കാരണം ആദ്യത്തെ ഉണ്ടാക്കിയ പുല്ലും മരവും ഉണങ്ങിപ്പോകുമ്പം പിന്നെന്തോ ചെയ്യും? അത് കഴിഞ്ഞ് പിന്നെ ദൈവം പിന്നെ ഒന്നും സൃഷ്ടിക്കാൻ പോകണോ? നോ, ഹി ഹാസ് ഓൾറെഡി പുട്ട് എവറിത്തിങ് ഇൻ പ്ലേസ്. എന്താണ്? ഈ വൃക്ഷം വരുമ്പോൾ അതിനകത്തൊരു ഫലമുണ്ട്. ആ ഫലത്തിനകത്ത് ഇതേ വൃക്ഷം വീണ്ടും കിളിർപ്പിക്കാൻ ഉള്ള വിത്ത് അതിനകത്തുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ആ വിത്ത് അതിൻ്റെ അകത്ത് ഉണ്ട്. ഈ വിത്ത് മണ്ണിലിടുമ്പോൾ, ഇന്നും ശാസ്ത്രത്തിന് അറിയത്തില്ല, ആർക്കും അറിയത്തില്ല വിത്ത് മണ്ണിലിടുമ്പോൾ എങ്ങനെ കിളിച്ചു വരുമെന്ന്. കിളിക്കുമെന്നറിയാം, പക്ഷേ എന്താണ് അതിൻ്റെ പുറകിലുള്ള സംഭവം നടക്കുന്നതെന്ന് ആർക്കും അറിഞ്ഞൂടാ. ആമേൻ. ശാസ്ത്രം ഇത്രയൊക്കെ പുരോഗമിച്ചെന്ന് പറഞ്ഞാലും ഇപ്പോഴും ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ്. ഗോഡ് ഹാസ് ഓൾറെഡി പുട്ട് എ സിസ്റ്റം ഇൻ പ്ലേസ്. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ഗോഡ്സ് വേർഡ് ഈസ് എ സീഡ്. ദൈവവചനം ഒരു വിത്താണ്. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ വിത്തുകളാണ്. ഇറ്റ്സ് എ സീഡ്. ആമേൻ. സദൃശവാക്യങ്ങളിൽ നമ്മൾ വായിക്കാറുണ്ട്, വായുടെ ഫലത്താൽ മനുഷ്യൻ്റെ ഉദരം നിറയും, അല്ലേ? സദൃശവാക്യങ്ങൾ 18 തോന്നുന്നു. പതിനെട്ടിൻ്റെ 20, വായുടെ ഫലത്താൽ മനുഷ്യൻ്റെ ഉദരം നിറയും, ആദരങ്ങളുടെ വിളവ് കൊണ്ടവന് തൃപ്തി വരും, മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിന്മേലിരിക്കുന്നു, അതിലിഷ്ടപ്പെടുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കും. വായുടെ ഫലത്താൽ മനുഷ്യൻ്റെ ഉദരം നിറയും. ഫലത്തിനകത്ത് എന്തുണ്ട്? ഫലത്തിനകത്ത് വിത്തുണ്ട്. എവ്രി വേർഡ് ദാറ്റ് യു സ്പീക്ക് ഈസ് എ സീഡ്. ആമേൻ. അവിടെ എന്താ പറയുന്നത്? 11-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ആമേൻ. ഏത് വിത്താണോ പാകുന്നത് അതേ വൃക്ഷമാണ് മുളച്ചു വരാൻ പോകുന്നത്. ആമേൻ. ഏത് വിത്താണോ നിങ്ങൾ പാകുന്നത് അതേ വിത്ത് അത് മുളച്ചു വരും. ലോകത്തിൽ ഇതുവരെ മാങ്ങാണ്ടി കുഴിച്ചിട്ടിട്ട് പ്ലാവ് ഉണ്ടായിട്ടില്ല. ആമേൻ. എന്ത് വിതയ്ക്കുന്നോ അത് കൊയ്യും. വിതച്ച് കഴിഞ്ഞിട്ടേ കൊയ്യത്തുള്ളൂ. വിതച്ച് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ ഫലം കിട്ടത്തുള്ളൂ. ദിസ് ഈസ് ഗോഡ്സ് പ്രിൻസിപ്പിൾ. ആമേൻ. യു വാണ്ട് ടു ബി ബ്ലെസ്ഡ്, യു ഹാവ് ടു ഫോളോ ഗോഡ്സ് ലോ. ആമേൻ. നിങ്ങളുടെ വായുടെ ഫലത്താൽ നിങ്ങളുടെ അധരം നിറയും. ആമേൻ. ഇനി താഴോട്ട് വായിക്കുമ്പോൾ 22-ാം വാക്യത്തിൽ ദൈവം വലിയ തിമിംഗലങ്ങളെയും വെള്ളത്തിൽ കൂട്ടമായി സഞ്ചരിക്കുന്ന അതത് തരം ജീവജന്തുക്കളെയും അതത് തരം പർവ്വജാതിയും സൃഷ്ടിച്ചു. നല്ലത് എന്ന് ദൈവം കണ്ടു. ആലോചിച്ചോണേ, നല്ലത് എന്ന് ദൈവം കണ്ടു. നമ്മൾ ഈ ഭൂമിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനുഷ്യ ശരീരത്തിലോട്ടൊന്ന് തന്നെ ചിന്തിച്ചു നോക്കിയാൽ ഹൗ അമേസിംഗ്ലി വി ആർ ക്രിയേറ്റഡ്, അല്ലേ? വി ആർ ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി ക്രിയേറ്റഡ്. ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചു. ഞാൻ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ മുടി വളരുന്ന ഒരു കാര്യം കാണിച്ചായിരുന്നു. എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് അറിയത്തില്ല. നമ്മുടെ രോമം വളരാനുള്ള പ്രോസസ്സ് അതുപോലെ എത്ര കൃത്യമായിട്ടാണ് ദൈവം അത് സംവിധാനം ചെയ്തിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ. ആൻഡ് ഗോഡ് സെഡ് ഇറ്റ് ഈസ് ഗുഡ്. ആമേൻ. ഗോഡ്സ് സിസ്റ്റം ഈസ് ഗുഡ്. ഇറ്റ് ഈസ് ദ ബെസ്റ്റ്. ഓക്കെ, അവരോടാണ് ദൈവം പറയുന്നത്, നിങ്ങൾ വർദ്ധിച്ച് പെരുകി സമുദ്രത്തിലെ വെള്ളത്തിൽ നിറയുവിൻ, പർവ്വജാതി ഭൂമിയിൽ പെരുകട്ടെ എന്ന് കൽപ്പിച്ചു. ദൈവം അവയെ
അനുഗ്രഹിച്ചു. God blessed them, saying, "Be fruitful and multiply and fill the waters in the seas and let the fowl multiply in the air." Amen. God blesses by speaking. Amen. എൻ്റെയും നിങ്ങളുടെയും വാക്കുകൾക്ക് ശക്തിയുണ്ടെങ്കിൽ, നമ്മൾ പറയുന്നത് അതുപോലെ നടക്കുമെന്നുണ്ടെങ്കിൽ, അല്ല അതിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നതെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വാക്കിന് എന്തുമാത്രം ശക്തി കാണും. ആമേൻ. ഉണ്ടാകട്ടെ എന്ന വാക്കിനാൽ ഈ ഭൂലോകത്തെ ഉണ്ടാക്കിയ ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ പെരുകണം. മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾ ഭൂമിയെ അടക്കി വാഴണം, ഇതിനകത്തുള്ളതെല്ലാം ഞാൻ നിന്റെ അധികാരത്തിൽ തന്നിരിക്കുക. യു മസ്റ്റ് ലിവ് ഇൻ ദിസ് ബ്ലെസ്സിങ്. ഈ അനുഗ്രഹം അനുഭവിച്ചിട്ട് വേണം നിങ്ങൾ ജീവിക്കുവാൻ. ഹല്ലേലൂയ. അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് അത് വലിയ കഠിനമായ കാര്യമൊന്നുമില്ല. ദൈവം പറയുന്നത് അനുസരിക്കുക എന്നുള്ളത് ഒട്ടും പ്രയാസമുള്ള കാര്യമല്ല. പക്ഷെ നമ്മുടെ ശ്രദ്ധ പലപ്പോഴും അതിൽ നിന്ന് മാറിപ്പോയി വേറെ പല കാര്യങ്ങളിലേക്ക് ചേരുന്നത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഇത് ചെയ്യുവാൻ പറ്റാതെ പോകുന്നത്. ഇപ്പോൾ സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം, മുകളിലോട്ടുള്ള വാക്യങ്ങളെല്ലാം നല്ലതാണ്. 1-ാം വാക്യം തൊട്ട്, മകനെ എൻ്റെ ഉപദേശം മറക്കരുത്, നിന്റെ ഹൃദയം എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളട്ടെ, അവ ദീർഘായുസ്സും ജീവകാലവും സമാധാനവും നിനക്ക് വർദ്ധിപ്പിച്ചു തരും. ദൈവം വിശ്വസ്തത നിന്നെ വിട്ടുപോകരുത്, അവയെ നിന്റെ കഴുത്തിൽ കെട്ടിക്കൊള്ളുക, നിന്റെ ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതിക്കൊള്ളുക. അങ്ങനെ നീ മനുഷ്യർക്കും ദൈവത്തിനും ബോധ്യമായ ലാവണ്യവും സൽബുദ്ധിയും പ്രാപിക്കും. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്ത വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്. യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക, അത് നിന്റെ നാഭിക്ക് ആരോഗ്യവും അസ്ഥികൾക്ക് തണുപ്പുമായിരിക്കും. 9-ാമത്തെ വാക്യം, യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിൻ്റെയും ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കുക. അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും, നിന്റെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞൊഴുകും. ആമേൻ. You want to be blessed? You need to follow God's law. ആമേൻ. ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കണോ? ദൈവം പറഞ്ഞത് ചെയ്തേ പറ്റുള്ളൂ. യഹോവയെ നിന്റെ ധനം കൊണ്ടും നിന്റെ ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കുക. അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും, നിന്റെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞ് ഒഴുകും. ആമേൻ. ഇതൊന്നും ചെയ്യാതെ കർത്താവെ അത്ഭുതം ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ സിറ്റുവേഷൻ വളരെ മോശമാണെങ്കിൽ കർത്താവ് അത്ഭുതം ചെയ്യും. പക്ഷെ ദാറ്റ്സ് നോട്ട് ദ ബെസ്റ്റ്. ദാറ്റ്സ് നോട്ട് വാട്ട് ഗോഡ് വാണ്ട്സ് ടു ഡു. ആമേൻ. നിങ്ങളെ അത്ഭുതം കൊണ്ട് നടത്തണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്, നിങ്ങളെ അനുഗ്രഹിച്ച് നടത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. ഗോഡ് വാണ്ട്സ് യു ടു ബി ബ്ലെസ്ഡ്. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് പറ്റുന്ന കുഴപ്പം, നമുക്ക് ഈ ബ്ലെസ്സിങ് എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. വാട്ട് ഈസ് എ ബ്ലെസ്സിങ്? എന്താ ബ്ലെസ്സിങ്? പലപ്പോഴും നമ്മളൊരു വീട് കിട്ടുമ്പോൾ പറയും, ഓ ഇറ്റ്സ് എ ബ്ലെസ്സിങ് ഫ്രം ഗോഡ്. ദൈവം അനുഗ്രഹിച്ചൊരു വീട് തന്നു. കാറ് കിട്ടുമ്പോൾ അനദർ ബ്ലെസ്സിങ്. എന്താ ബ്ലെസ്സിങ്? വാട്ട് ഈസ് എ ബ്ലെസ്സിങ്? ഈ വീടും കാറൊക്കെ എന്താണെന്നറിയാമോ? ഇറ്റ് ഈസ് ഓൺലി എ ബൈ പ്രോഡക്റ്റ് ഓഫ് ദ ബ്ലെസ്സിങ്. ദാറ്റ്സ് നോട്ട് ദ ബ്ലെസ്സിങ്. ഈ അനുഗ്രഹത്തിൻ്റെ ഒരു ഉൽപ്പന്നം, അനുഗ്രഹം കിട്ടിയപ്പം അതിൻ്റെ കൂടെ കിട്ടിയതാണ് ഈ വീടും കാറും ഒക്കെ. ഈ നിങ്ങൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, ഈ പൊന്മുട്ടയിട്ട താറാവിൻ്റെ കഥ കേട്ടിട്ടുണ്ടല്ലോ എല്ലാവരും. പൊന്മുട്ടയിടുന്ന താറാവിൻ്റെ കേട്ടിട്ടില്ല? ദ ഗൂസ് ദാറ്റ് ലേയ്സ് ദ ഗോൾഡൻ എഗ്. കഥ ഇങ്ങനെയാണ്. കഥ ഒരു താറാവുണ്ടായിരുന്നു. ഒരു ദിവസം തൊട്ട് താറാവ് പൊന്മുട്ടയിടാൻ തുടങ്ങി. അപ്പോൾ ഈ താറാവിൻ്റെ ഉടമസ്ഥൻ വിചാരിച്ചു, ഈ എല്ലാ ദിവസവും മുട്ടയിടുന്ന താറാവിനെ കൊന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഒത്തിരി സ്വർണം കാണില്ല, അതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു താറാവിനെ കൊന്നു. അതോടെ താറാവും പോയി, കിട്ടുന്ന മുട്ടയും പോയി. അതാണ് കഥ. പക്ഷെ നമ്മൾ ബുദ്ധിമാന്മാരാണ്, നമ്മൾ താറാവിനെ കൊല്ലത്തില്ല. പക്ഷെ പലപ്പോഴും നമുക്ക് പ്രധാനം എന്താ പറയുക, വി ആർ ആഫ്റ്റർ ദി എഗ്. നമ്മൾ ഈ മുട്ടയുടെ പുറകെയാണ്.
താറാവിനെ നമുക്കത്ര, താറാവുണ്ട്, കൊള്ളാം, പക്ഷെ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നത് ഈ താറാവ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ അനുഗ്രഹം ലഭിക്കുന്നത്. നമ്മൾ ഈ മുട്ടയാണ് അനുഗ്രഹമായിട്ട് എടുക്കുന്നത്. ബട്ട് വാട്ട് ഈസ് എ റിയൽ ബ്ലെസ്സിങ്? ആമേൻ. നമ്മൾ പലപ്പോഴും ഈ താറാവിനെ അങ്ങ് മറക്കും, ഈ മുട്ടയുടെ പുറകെ നടക്കും. ദിസ് ഈസ് മൈ ബ്ലെസ്സിങ്. നോ. എന്താ അനുഗ്രഹം? എന്നെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞ എൻ്റെ സ്വർഗസ്ഥ പിതാവ്, അവൻ്റെ ഹൃദയം എനിക്ക് അനുകൂലമായിരിക്കുന്നത്. ഇറ്റ്സ് ഗോഡ്സ് ഫേവർ അപ്പോൺ മീ. സോ വാട്ട് ഈസ് എ ബ്ലെസ്സിങ്? ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന കാര്യങ്ങളൊന്നുമല്ല, നമുക്ക് കിട്ടുന്ന കാര്യങ്ങളൊന്നുമല്ല ബ്ലെസ്സിങ്. അതാണ് പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത്. കാരണം ചിലപ്പോൾ പൈസ ഇല്ലാതാവുമ്പോൾ വിചാരിക്കും, ഓ ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാം പോയി. ചിലപ്പോൾ പ്രശ്നം വരുമ്പോൾ, ഓ ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാം പോയി. വൈ? ബിക്കോസ് വി പ്ലേസ് എ വാല്യൂ ഓൺ ദ തിങ്സ്. ഈ കിട്ടുന്ന കാര്യങ്ങളുടെ പുറത്ത് വില വെക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും ഇതില്ലാത്തപ്പോൾ അനുഗ്രഹമില്ല, അല്ല ഇതുണ്ടെങ്കിൽ അനുഗ്രഹമാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ആമേൻ. അനുഗ്രഹം ഉണ്ടെങ്കിൽ അതൊക്കെ വരും, ചിലപ്പോൾ അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ജീവിക്കുന്ന താണ ലോകത്തിൽ ലോട്ട് ഓഫ് തിങ്സ് ഹാപ്പൻ അറൗണ്ട് us, അല്ലേ? ഇപ്പോൾ കൊറോണ വന്നു, പലർക്കും ശമ്പളമൊക്കെ വെട്ടിക്കുറച്ചു. യു തിങ്ക് ഗോഡ് has stopped blessing you? Many people have financial problems. You think God has stopped blessing you? No. മുട്ട തീർന്നു പോയാലും താറാവ് ഇപ്പോഴും ഉണ്ട്. ആമേൻ. ഈ താറാവിന് നാളെ മുട്ടയിടാൻ പറ്റും. ആമേൻ. പക്ഷെ നമ്മുടെ ഫോക്കസ് ഇപ്പോഴും മുട്ടയിലായതുകൊണ്ടാണ് we think God has stopped blessing us. എന്താ ബ്ലെസ്സിങ്? വാട്ട് ഈസ് എ ബ്ലെസ്സിങ്? എ ബ്ലെസ്സിങ് is God's favor spoken over you. A blessing is God's favor spoken over you. നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പ്രസാദം, ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവം സംസാരിക്കുന്നതാണ് ബ്ലെസ്സിങ്. That is the blessing. It doesn't matter what is happening around you. നമ്മൾ കണ്ടല്ലോ, ദൈവം വരെ അനുഗ്രഹിച്ചു. ദിസ് ഇസ് ദ ബുക്ക് ഓഫ് ബ്ലെസ്സിങ്. ദൈവം വരെ അനുഗ്രഹിച്ചു. ഇന്ന് വരെ നിന്ന് പോയിട്ടുണ്ടോ? ഏതെങ്കിലും വൃക്ഷത്തിൻ്റെ കാലം കഴിഞ്ഞിട്ടുണ്ടോ? വൃക്ഷങ്ങൾ ആരും നോക്കാനില്ലെങ്കിലും അത് ദൈവം പറഞ്ഞതുപോലെ തന്നെ വളരുന്നുണ്ട്. കാട്ടുവൃക്ഷങ്ങൾ വളരുന്നുണ്ട്. ആരും നടാനൊന്നും നിൽക്കേണ്ട. വെറുതെ ഫലം താഴെ വീണ് അതിനകത്തു നിന്ന് ആയിരക്കണക്കിന് വൃക്ഷങ്ങൾ പുറത്തു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. Why? Because God has spoken a favor over you, a favor over me. That is the blessing of God. Hallelujah. Amen. And this book is full of the blessing of God. If you move according to this book, ഈ പുസ്തകം പറയുന്നതനുസരിച്ച് ഇതിനകത്ത് ദൈവം എന്നോട് നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള വാക്കുകളാണ് എൻ്റെയും നിൻ്റെയും വായിൽ നിന്ന് പുറത്തു വരുന്നതെങ്കിൽ you will be blessed. This is a seed. Amen. പലപ്പോഴും പറ്റുന്നത് എബ്രായ ലേഖനം 4:1 നമ്മൾ വായിക്കുന്നുണ്ട്. രണ്ടാം വാക്യം, ഒന്നാമത്തെ വാക്യം ഞാൻ ഓർക്കുന്നില്ല. രണ്ടാമത്തെ വാക്യം, അവരും നമ്മളെപ്പോലെ സദ്വർത്തമാനം കേട്ടവർ എങ്കിലും കേട്ടത് അവരിൽ വിശ്വാസമായി പരിണമിക്കായകൊണ്ട് അവർക്ക് ഉപകാരമായി വന്നില്ല, അല്ലേ? ഒന്നാമത്തെ വാക്യം എനിക്ക് അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ വന്നു എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അടുത്ത വാക്യം, അവരെ നമ്മെപ്പോലെ അവരൊന്നുമില്ലേ? അവരെ പോലെ നാമും ഒരു സഭവർത്തമാനം കേട്ടവരാകുന്നു എങ്കിലും കേട്ടവരിൽ അവർക്ക് അത് വിശ്വാസമായി പരിണമിക്കായക കൊണ്ട് കേട്ടത് അവർക്ക് ഉപകാരമായി വന്നില്ല. പലരും ഈ ബൈബിൾ എടുത്ത് തലവണയുടെ അടിയിലേക്ക് വെക്കാറുണ്ട്, പിശാച് വരുമ്പോൾ ഓടിക്കാനാണ്. പണ്ട് കൊച്ചിലെ ഞങ്ങൾ നാട്ടിൽ പോയി, ഞാൻ ട്രിവാൻഡ്രത്താണ് ജനിച്ച് വളർന്നത്. അപ്പം നാട് ചെങ്ങന്നൂരാണ് ഫാദറിൻ്റെ വീട്. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഈ നാട്ടിലൊക്കെ ആകുമ്പോഴത്തേക്ക് ഒത്തിരി വിജനമായ സ്ഥലമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ രാത്രിയിലൊക്കെ പുറത്തോട്ട് പോകാൻ പേടി. അപ്പോൾ അന്ന് എൻ്റെ അപ്പച്ചൻ പറയും, നീ പേടിക്കണ്ട, നമ്മുടെ വീടിൻ്റെ വലതുവശത്ത് താഴെ അവിടെ ഒരു കുരിശുണ്ട്. അപ്പോൾ പിശാച് അതുവഴി വന്നാൽ കുരിശ് കാണുമ്പോൾ പിശാച് ഓടിക്കോളും. ഇപ്പുറത്ത് വരുമ്പോൾ അവിടെ പെരളശ്ശേരി പള്ളിയുണ്ട്, അവിടെ ഒരു കുരിശുണ്ട്, അത് കാണുമ്പോൾ പിശാച് അതുവഴി ഓടും. പിന്നെ പുറകെ വേറെ ഏതാണ്ട് പള്ളിയുണ്ട്, ആ കുരിശ് കാണുമ്പം പിശാച് അതുവഴി ഓടും. അപ്പോൾ അന്ന് കൊച്ചു പ്രായമായതുകൊണ്ട് അത്ര മതിയായിരുന്നു നമ്മുടെ ഒരു ചെറിയ പേടിയൊക്കെ മാറാൻ. പക്ഷെ ഇന്നും അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പിശാച് വരുമ്പോൾ ബൈബിൾ എടുത്തറിയാൻ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ആമേൻ. നിങ്ങളെയൊക്കെ നന്നായിട്ട് പിശാചിനെ വാക്യം അറിയാം. യേശുവിൻ്റെ അടുത്ത് വരെ പിശാച് വാക്യം കൊണ്ട് ചെന്ന പിശാച. പല ട്രാൻസ്ലേഷനും ഇപ്പോൾ പിശാച് നടത്തുന്നുണ്ട് ബൈബിളിൻ്റെ. ആമേൻ. അവനെ ഇത് വെച്ച് എറിഞ്ഞ് പേടിപ്പിക്കാതെ നിങ്ങൾ നോക്കണ്ട.
യു നോ വെൻ ദിസ് ബിക്കംസ് പവർഫുൾ, ഇവന് പേടി ഉണ്ടാകുന്ന എപ്പോഴാണെന്ന് അറിയാമോ? വെൻ യു മിക്സ് ദിസ് വിത്ത് ഫെയ്ത്ത്. ഹല്ലേലൂയ. ഇത് വിശ്വാസമായിട്ട് നിന്റെ വായിൽ നിന്ന് വരുമ്പോഴാണ് പിശാച് ഓടുന്നത്. അല്ല ഇത് പൊക്കി കാണിച്ചുകൊണ്ട് ഒരു പ്രയോജനമില്ല. ആമേൻ. ഇത് വിശ്വസിച്ചാൽ നീ ദൈവം പറഞ്ഞ വിശ്വസിക്കും. ആമേൻ. ദൈവം നിന്നോട് എന്ത് പറഞ്ഞോ അത് നീ ചെയ്യുമ്പോഴാണ് നീ ഇതിനകത്ത് പറയുന്ന കാര്യം വിശ്വസിക്കുന്നുണ്ട് എന്ന് ദൈവത്തിനും മനുഷ്യർക്കും ബോധ്യമാകുന്നത്. ആമേൻ. ഇഫ് ഇറ്റ് ഈസ് നോട്ട് മിക്സ്ഡ് വിത്ത് ഫെയ്ത്ത്, ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ഓഫ് എനി ഹെൽപ്പ് ഫോർ യു. ഹല്ലേലൂയ. ഇത് അവിടെ അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത് എബ്രായ ലേഖനം 4. For unto us was the gospel preached as well as unto them, but the word preached did not profit them, not being mixed with faith in them that heard it. Amen. കേട്ടവർക്ക് ഇത് വിശ്വാസമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യമായതുകൊണ്ട് അവർക്കിതുകൊണ്ട് യാതൊരു ഉപകാരവും വന്നില്ല. ഹല്ലേലൂയ. You know, healing is a blessing from God. Health is a blessing from God. നമ്മൾ ആരോഗ്യത്തോടെ ജീവിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് നിങ്ങൾക്കറിയാമോ? അതിനുവേണ്ടിയാണ് കർത്താവ് മരിച്ചത്. ഈ ശരീരം മുഴുവൻ ആളാണോ എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധത്തിൽ തകർക്കപ്പെട്ടത് ഞാനും നിങ്ങളും ആരോഗ്യമായി ജീവിക്കണമെന്നുള്ളതുകൊണ്ടാണ്. ഹല്ലേലൂയ. കൊറോണ വന്ന് ചത്തുവാനല്ല കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത്. ആമേൻ. ഇഫ് യു ഫോളോ ദ പ്രിൻസിപ്പിൾ, that will be healing unto you. Hallelujah. ദൈവത്തിൻ്റെ വചനം നിനക്ക് ഔഷധമാണ്. സദൃശവാക്യങ്ങൾ 4-ാം അധ്യായത്തിൽ പറയുന്നത്, മകനെ എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എൻ്റെ മൊഴികൾക്ക് നിൻ്റെ ചെവി ചായ്ക്കുക, അവ നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. നിൻ്റെ ഹൃദയത്തിൻ്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വെക്കുക. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവും ആകുന്നു. ഹല്ലേലൂയ. എന്താ? The word of God mixed with faith is God's blessing upon your life. Hallelujah. It's God's favor spoken over you. Hallelujah. പലരോടൊക്കെ സംസാരിച്ചാൽ മടുത്ത് തീർന്നു, എന്ത് വൈ. Be careful about what you're speaking, what is coming out of your mouth. It is a seed. Amen. വിശ്വാസത്തോടെയാണോ നമ്മൾ ദൈവം നമുക്ക് വേണ്ടി നൽകിയിട്ടുള്ള നന്മകളെ, ദൈവം നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്? God wants us to be blessed. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിച്ച് ജീവിക്കണമെന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ജോൺ ജി ലേക്കിൻ്റെ കാര്യം. ജോൺ ജി ലേക്ക് വളരെ പ്രശസ്തനായ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം 1902-1920 ആ സമയത്ത് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഹി ഹാഡ് സംതിങ് കോൾഡ് ഹീലിംഗ് റൂംസ്. വാഷിങ്ടൺ എന്ന സ്ഥലത്ത്, എനിക്കൊന്ന് സ്പൊക്കൈൻ എന്നാണ് തോന്നുന്ന സ്ഥലത്തിൻ്റെ പേര്. ആ സ്ഥലം അമേരിക്കയിലെ ഏറ്റവും ഹെൽത്തിയസ്റ്റ് പ്ലേസ് ആയിരുന്നു ഫോർ സോ മെനി ഇയേഴ്സ്. അവിടെയാണ് ജോൺ ജി ലേക്കിൻ്റെ ഈ ഹീലിംഗ് റൂംസ് ഉള്ളത്. അവസാനം അവിടുത്തെ വാഷിങ്ടൺ നഗരം അദ്ദേഹത്തിന് ഒരു മെഡിക്കൽ ലൈസൻസ് കൊടുത്തു. ഹി വാസ് നോട്ട് എ ഡോക്ടർ. They gave him a medical license. എന്ന് വെച്ചാൽ അവിടുത്തെ ഡോക്ടർമാർ സൗഖ്യമാക്കുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഈ ഹീലിംഗ് റൂമിൽ വന്ന് സൗഖ്യമാവും. ആമേൻ. ഈ 19-ാം നൂറ്റാണ്ടിൽ ആ സമയത്താണ് സ്പാനിഷ് ഫ്ലൂ, അതുപോലെ ബ്യൂമോണിക് പ്ലേഗ് ഒക്കെ വന്ന സമയത്ത് ഈ ജോൺ ജി ലേക്കും ഈ ഡോക്ടർമാരോട് കൂടെ ഇറങ്ങി മരിച്ചു വീഴുന്ന ആൾക്കാരെ ശുശ്രൂഷിക്കാനും അവരുടെ ഡെഡ് ബോഡി മാറ്റാനും ഒക്കെ പോവുകയാണ്. അപ്പോൾ ഈ ഡോക്ടേഴ്സ് ഇങ്ങനെ ഇതൊക്കെ ഇവരെയൊക്കെ ശുശ്രൂഷിച്ചുകൊണ്ട് നമ്മൾ ഡോക്ടേഴ്സ് പറഞ്ഞു, നമുക്കൊരു വാക്സിൻ ഉള്ളത് എന്തായാലും നല്ലതായി, അല്ലെ എന്തായി തീർന്നത് ഈ യുനോ ലുക്കിംഗ് അറ്റ് ദ ട്രബിൾ ദാറ്റ് ദ പീപ്പിൾ ആർ ഗോയിങ് ത്രൂ. ജോൺ ജി ലേ ചോദിച്ചു, വാക്സിനോ? ആർക്ക്? അപ്പോൾ ഡോക്ടർമാർ ആകെ അത്ഭുതപ്പെട്ടു. നീ വാക്സിൻ ഇല്ലാതാണോ ഇവിടെ വന്ന് നിൽക്കുന്നത്? യു ഡോണ്ട് ഈവൻ ഹാവ് എ വാക്സിൻ. ജോൺ ജി ലേക്ക് പറഞ്ഞത്, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. എൻ്റെ ദേഹത്ത് തൊട്ടിട്ട് ഒരു സ്പാനിഷ് ഫ്ലൂവിൻ്റെ വൈറസിനും ബാക്ടീരിയയ്ക്കും ജീവിക്കാൻ പറ്റത്തില്ല. ഡോക്ടർമാർ പറഞ്ഞു, പോയി പണി നോക്കൂ, ചുമ്മാ കളി പറയല്ലേ. അദ്ദേഹം പറഞ്ഞു, ഞാൻ തെളിയിച്ചു തരാം.
നിങ്ങൾ ആ മരിച്ചു കിടക്കുന്ന ആ മനുഷ്യൻ്റെ വായിൽ നിന്ന് ഇത്തിരി പത എടുത്തിട്ട് ഒരു മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് ഒരു ഗ്ലാസ്സിൽ വെച്ചിട്ട് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്ക്. അവരെടുത്ത് നോക്കിയപ്പോഴത്തേക്ക് അതിനിങ്ങനെ ജീവനുള്ള ഇങ്ങനെ ഞൊളയ്ക്കുന്ന അണുക്കളൊക്കെ ഉണ്ട് അതിനകത്ത്. And he said, watch, I'm going to touch that. The moment he touched that, they all stopped. അത്രയും നേരം ജീവനോടിരുന്ന എല്ലാ അണുക്കളും മരിച്ച് വീണു. Because he knew what is a blessing of God. ജോൺ ജി ലേക്ക് ഇങ്ങനെയല്ല. ജോൺ ജി ലേക്കിൻ്റെ കുടുംബത്തിൽ അതായത് എനിക്ക് തോന്നുന്നു 6-7 സഹോദരന്മാരുണ്ട്, സഹോദരന്മാരുണ്ട്. പക്ഷെ അവരുടെ വീട്ടിലെല്ലാം ഭയങ്കര പ്രശ്നമാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരും മരിക്കും. അവസാനം ജോൺ ജി ലേക്കും തൻ്റെ സഹോദരിയും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും എന്തെങ്കിലുമൊക്കെ കാരണം എന്തെങ്കിലും രോഗമൊക്കെ വന്ന് മരിച്ചുപോയി. ഈ സഹോദരിയും അവസാനം രോഗക്കിടക്കയിലായി. അപ്പം ജോൺ ജി ലേക്ക് പോയി ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, വൈ ദിസ് ഈസ് ഹാപ്പനിങ് ഇൻ മൈ ഫാമിലി, വൈ ഡോണ്ട് യു ഡു എനിത്തിങ്, നീ എന്താ ഒന്നും ചെയ്യാത്തത്, എൻ്റെ അവസാനത്തെ സഹോദരിയാണ്, ആൻഡ് ഷീ ഈസ് ഓൾസോ ഗോയിങ് ടു ഡൈ. അപ്പോഴാണ് ദൈവം അദ്ദേഹത്തോട് പറഞ്ഞത്, ഐ ഹാവ് ഡൺ എവറിത്തിങ് ദാറ്റ് ഐ ഹാവ് ടു ഡു. ഞാൻ ചെയ്യേണ്ടതെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു. നൗ ഇറ്റ് ഈസ് യു ഹു ഹാസ് ടു ഡു ദിസ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചല്ലോ, യുവർ അതോറിറ്റി എവിടെ നിന്നാണ് വരുന്നത്? ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ. അവിടെ നിന്ന് ആ മുട്ടിന്മേൽ നിന്ന ജോൺ ജി ലേക്ക് എഴുന്നേറ്റ് മരണക്കിടക്കയിൽ കിടന്ന തൻ്റെ സഹോദരിയുടെ മേൽ he spoke the word of God and she came back. ആമേൻ. അങ്ങനെയാണ് ജോൺ ജി ലേക്ക് ഹീലിംഗ് റൂം ആരംഭിക്കുന്നതും അനേകർക്ക് അതൊരാശ്വാസമായി വിടുതലായി മാറിയതും. ഇത് 19-ാം നൂറ്റാണ്ടിൽ അവസാനിച്ചു പോയ അനുഗ്രഹമല്ല, 20-ാം നൂറ്റാണ്ടിൽ അവസാനിച്ചു പോയ അനുഗ്രഹമല്ല. ഇറ്റ് ഈസ് സ്റ്റിൽ ഹിയർ. ഈ 21-ാം നൂറ്റാണ്ടിലും ദൈവത്തിൻ്റെ അനുഗ്രഹം അനുഭവിച്ച് നമ്മൾ ജീവിക്കണം എന്ന് ദൈവം എന്നെ നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ അത്ഭുതങ്ങളെ താഴ്ത്തി പറയുകയല്ല. സം ഓഫ് us നീഡ് എ മിറക്കിൾ ടുഡേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു താൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ he did a lot of miracles, അല്ലേ? മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയിട്ടുണ്ട്. എന്താണ്, സമുദ്രത്തിൻ്റെ മേൽ നടന്നിട്ടുണ്ട്. ഹി ഡിഫൈഡ് ദ നാച്ചുറൽ ലോസ്, അല്ലേ? പച്ചവെള്ളം വീഞ്ഞാക്കാൻ പറ്റുമോ? ഇല്ല. യു നീഡ് ലോട്ട് ഓഫ് ഇൻഗ്രീഡിയൻസ് ടു ബി ആഡഡ്. എന്നാൽ ആവശ്യ സന്ദർഭങ്ങളിൽ ആവശ്യത്തിൻ്റെ മുഖത്ത് കർത്താവ് അത്ഭുതം ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ അത്ഭുതത്തെ വലുതാക്കാനല്ല കർത്താവ് വന്നത്. ഹി വാണ്ടഡ് ടു പോയിന്റ് യു ടു എ ബിഗർ ബ്ലെസ്സിങ്. എന്താ ഈ അത്ഭുതം? അത്ഭുതം ഒരു ചൂണ്ടുപലക. ഇതിനപ്പുറത്തൊരു വലിയ അനുഗ്രഹമുണ്ട് എന്ന് നമ്മളെ ചൂണ്ടിക്കാണിക്കാനാണ് കർത്താവ് ഓരോ അത്ഭുതങ്ങളും ചെയ്തത്. ആമേൻ. പക്ഷെ നമുക്ക് ഈ അത്ഭുതം മാത്രം മതി. ഹല്ലേലൂയ. എന്നാൽ ഇതിൻ്റെ അപ്പുറത്ത് കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ പോകുമ്പോൾ അവരോട് പ്രസംഗിക്കണം, മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിക്കണം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ആകയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞിട്ട് രോഗികളെ സൗഖ്യമാക്കണം. എന്തിനാണ്? അവരൊക്കെ മനസ്സിലാകണം, ദർ ഈസ് എ ബ്ലെസ്സിങ് ബിയോണ്ട് ദിസ്. ഇതിനപ്പുറത്തൊരു വലിയ അനുഗ്രഹമുണ്ട് എന്നവർക്ക് മനസ്സിലാകണം. ആമേൻ. അപ്പോൾ നമ്മളെ എന്തിനാണ് വിളിച്ചേക്കുന്നത്? നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കണം. അതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി. ആമേൻ. അത്ഭുതം വേണ്ട സമയത്ത് കർത്താവ് അത്ഭുതം ചെയ്യും. അവനതിന് ശക്തനാണ്. അവനത് ആവശ്യമുള്ള സമയത്ത് നിവർത്തിക്കും. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് ഗോഡ്സ് ബെസ്റ്റ്. ഐ വാണ്ട് യു ടു ലിവ് ഇൻ ഗോഡ്സ് ബെസ്റ്റ്, ആൻഡ് ദാറ്റ്സ് ബൈ ബ്ലെസ്സിങ്. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിച്ച് ജീവിക്കണം എന്നതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സോ ബി കെയർഫുൾ അബൌട്ട് വാട്ട് യു സ്പീക്ക്. കർത്താവ് നമ്മൾ നമ്മുടെ വായിൽ നിന്ന് പറയുന്നത് എന്താണെന്ന് സൂക്ഷിച്ചോളൂ. നിങ്ങൾ I just want to take you to John chapter 11. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലാണ് ലാസർ മരിക്കുന്ന അധ്യായമാണ് യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം. കഥയൊക്കെ നമുക്കറിയാം. ലാസർ ദീനമായി കിടന്നു. ലാസറിൻ്റെ സഹോദരിമാർ യേശുവിനെ ആളയച്ചു. യേശു പോയില്ല. 2 ദിവസം കഴിഞ്ഞാണ് പോയത്. യേശു ചെന്നപ്പോഴത്തേക്ക് ലാസർ മരിച്ചിട്ട് 4 ദിവസമായി. അപ്പം ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, യേശു നിനക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളല്ലേ, പിന്നെന്താ അവൻ ദീനമായിട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നീ അങ്ങോട്ട് ചെല്ലാഞ്ഞത്? യേശുവിൻ്റെ വാക്ക് ശ്രദ്ധിക്കണേ. യേശു പറഞ്ഞു, ലാസർ മരിച്ചുപോയെന്നാണോ പറഞ്ഞത്? ലാസർ നിദ്ര കൊള്ളുന്നു. ആമേൻ. അവൻ ഉറങ്ങിക്കിടക്കുക. ജസ്റ്റ്
just be careful about the words that Jesus is using. യേശു പറയുകയാണോ മരിച്ചെന്ന് പറഞ്ഞാൽ? See? യേശുവിന് അറിയാം അവൻ മരിച്ചിടക്കും, പക്ഷേ യേശു ഈസ് വെരി കെയർഫുൾ അബൌട്ട് ദ വേർഡ് that he is using. He said he is sleeping. Can you say that? ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ മരിച്ചു കിടക്കുന്ന സന്ദർഭങ്ങൾ ആ കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും. ബട്ട് ഡോണ്ട് സേ ദാറ്റ് ഇറ്റ് ഈസ് ഡെഡ്. അവൻ യേശു പറയുന്ന അവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. നമ്മുടെ 11-ാം വാക്യം, ഇത് പറഞ്ഞിട്ട് അവൻ നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്ന് അവരോട് പറഞ്ഞു. ശിഷ്യന്മാർ അവനോട്, കർത്താവേ, അവൻ നിദ്ര കൊള്ളുന്നു എങ്കിൽ അവന് സൗഖ്യം വരും. യേശുവോ അവൻ്റെ മരണത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞത്, ഉറക്കം എന്ന നിദ്രയെക്കുറിച്ച് പറഞ്ഞു എന്ന് അവർക്ക് തോന്നിപ്പോയി. അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട്, ലാസർ മരിച്ചുപോയി, ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു, നിങ്ങൾ വിശ്വസിക്കുവാൻ ഇടയാകുമല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ നാം അവൻ്റെ അടുക്കൽ പോകുക എന്ന് പറഞ്ഞു. യേശു പറഞ്ഞാൽ അവൻ മരിച്ചുപോയി, പക്ഷേ ഞാനവനെ ഉണർത്താൻ പോവുകയാണ്. I'm going to raise him up. Amen? നമ്മളിതാണോ പറയുന്നത്? നമ്മൾ പറയുന്നത് തീർന്ന്, ഇനി ഒന്നും ഇല്ല. പക്ഷേ യേശുവിൻ്റെ വാക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. യേശു പറയുകയാണ് അവൻ മരിച്ചുപോയി, പക്ഷേ ഞാൻ അവിടെ ഉയർത്താൻ പോകുകയാണ്. Yeah, there is a problem, but I am going to overcome that. Yes, I am sick, but I am healed. Yes, I am short of money, but God is going to bless me. ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ നന്മകളെ കീർത്തിക്കും. ഹല്ലേലൂയ. ബി കെയർഫുൾ അബൌട്ട് വാട്ട് യു സ്പീക്ക്. പലപ്പോഴും നമുക്ക് ഈ നമ്മളിങ്ങനെ ഈ തലമുറ മാറി മാറി വരുമ്പോഴത്തേക്ക് വാക്കുകളുടെ അർത്ഥം തന്നെ ഇല്ലാതായിപ്പോയി. വി ഡോണ്ട് കെയർ അബൌട്ട് വാട്ട് വി സ്പീക്ക്, അല്ലേ? നമ്മൾ ഇപ്പോൾ ആരോട് ചോദിക്കും എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല എന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞില്ല, ഞാൻ നേരത്തെ ട്രിവാൻഡ്രത്താണ്, അതുകൊണ്ട് ട്രിവാൻഡ്രത്തൊക്കെ അണ്ണാ എന്തൊക്കെ ഉണ്ടെന്ന് വിശേഷം, സുഖങ്ങളൊക്കെ തന്നെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഇപ്പം നമ്മൾ ചർച്ചും പാസ്റ്ററുമൊക്കെ കഴിഞ്ഞ് അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ എന്തൊക്കെയുണ്ട് ബ്രദറെ വിശേഷം, സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് വളരെ ഇതായിട്ട്. എന്താ മറുപടി? സുഖം, കുഴപ്പമൊന്നുമില്ല. അതിൽ ചില വർഷങ്ങൾക്കും എൻ്റെ ഗ്രാൻഡ് മദർ മരിച്ചുപോയി. പുള്ളിക്കാരി ജീവനോടിരുന്ന സമയത്ത് ഒരിക്കൽ ഞാൻ ഫോണിൽ പുള്ളിക്കാരി ചോദിച്ചു, അമ്മച്ചി എന്തൊക്കെയുണ്ട് വിശേഷം? അത് മോനെ ഭയങ്കര വിശേഷം, അവിടുത്തെ തെക്കലെ പശു പ്രസവിച്ചു, താഴത്തെ ലീല രണ്ടാമത്തെ കൊച്ച ആയി, അവിടുത്തെ ആൾ മരിച്ചുപോയി. പുള്ളിക്കാരി കുറേ കഥയും പറഞ്ഞു. നമ്മളെന്താണ് വി ഓൺലി എക്സ്പെക്ട് കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു ആൻസർ മാത്രമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലേ? ഈ തലമുറ ഇപ്പോഴത്തെ നമ്മുടെ പിള്ളേർ ചോദിച്ചല്ലോ, അവരെ യോ വാട്സ്ആപ്പ് ഡ്യൂഡ്, അല്ലേ? യോ. അപ്പോൾ ഈ തലമുറ മാറി ഞാൻ എന്നെ കൂടെ ഉൾപ്പെടുത്തി പറയാം, തലമുറ മാറി പോകുന്നിടത്തോളം വി ലൂസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ വേർഡ്സ് ദാറ്റ് വി സ്പീക്ക്. പക്ഷെ വചനം പറയുന്നത് ഇറ്റ് ഈസ് എ സീഡ്. നമ്മൾ എന്ത് സംസാരിക്കുന്നോ അതിൻ്റെ ഫലമാണ് നാളെ നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. ദാറ്റ്സ് വാട്ട് ദ വേർഡ് ഓഫ് ഗോഡ് സേസ്. ആർ വി കെയർഫുൾ അബൌട്ട് വാട്ട് വി ആർ സ്പീക്കിംഗ്? ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിത്യജീവനെ കൊയ്യും. നമ്മൾ എന്ത് പറയുന്നോ അതിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. ആർ വി കെയർഫുൾ അബൌട്ട് വാട്ട് വി ആർ സേയിങ്, വാട്ട് വി ആർ സ്പീക്കിംഗ്? ദൈവത്തിൻ്റെ അനുഗ്രഹം വേണമോ? ദൈവത്തിൻ്റെ വചനം പറഞ്ഞെങ്കിൽ പറിച്ചിട്ടുള്ളൂ. ദൈവത്തിൻ്റെ വചനം വിതച്ചാൽ ദൈവത്തിൻ്റെ വചനം കൊയ്യാം, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അനുഗ്രഹങ്ങളെ കൊയ്യാം. Hallelujah. Hallelujah. Now let me ask you, how many of you need a miracle? No one? Praise the Lord. കർത്താവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും യേശുക്രിസ്തു ഒരിക്കൽ പറഞ്ഞു, എൻ്റെ പിതാവിനാൽ വിളിക്കപ്പെട്ടവരെ, അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. ഇൻഹെറിറ്റ് the kingdom that's prepared you from the foundation of the world. God wants you and I to be blessed. Hallelujah. Amen. Hallelujah. I want to pray for you. Hallelujah.
ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. Can you all stand up? Thank you Lord. Hallelujah. പരിശുദ്ധ പിതാവേ, നല്ല പകലിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ പകൽക്കാലം അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ ആരാധിക്കുവാൻ, അങ്ങയുടെ മക്കളാകുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങളുടെ അപ്പനെ ആരാധിക്കുവാൻ, അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കും സ്തോത്രം ചെയ്യുവാൻ ലഭിച്ച ഈ അവസരത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവം, ഞങ്ങളുടെ മേൽ കർത്താവെ അങ്ങയുടെ ഫേവർ അങ്ങ് പകർന്നിരിക്കുന്നു എന്ന് കേൾക്കുവാനിടയായല്ലോ. കർത്താവെ, അങ്ങയുടെ എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അങ്ങ് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൊണ്ട് പൊതിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവ്, ഈ ജനത്തെ അവിടുത്തെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ അവകാശികളായി അവരോരോരുത്തരും മാറട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ബെസ്റ്റ് അത് ലഭിക്കുന്നവരായി അവരോരോരുത്തരും മാറട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവർ പലർക്കും ഒരു അത്ഭുതത്തിൻ്റെ ആവശ്യമുണ്ട്. അങ്ങ് അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. കർത്താവ്, അവരുടെ പ്രതിസന്ധിയുടെ, അവരുടെ പ്രശ്നത്തിന് നടുവിൽ ഇന്ന് ഒരു അത്ഭുതം വേണ്ട ആളുകൾ ഇതിൻ്റെ ഇടയ്ക്കുണ്ട്. Hallelujah. In the mighty name of Jesus, I command that a miracle happen for them, Lord. ഇന്ന് പകൽ കർത്താവെ, അവർക്കൊരു അത്ഭുതമില്ലാതെ മുൻപോട്ട് പോകുവാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾ ഇതിനകത്തുണ്ട്. Lord, you are a merciful God. കർത്താവെ, പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങളെ തെറ്റിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം അങ്ങാകയാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് മഹത്വം കരറ്റുന്നു. അവർക്ക് വേണ്ടി ഒരു അത്ഭുതം അങ്ങനെ ചെയ്തിരിക്കുകയാൽ സ്തോത്രം. എന്നാൽ അതിൻ്റെ അപ്പുറത്ത് അങ്ങ് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അനുഗ്രഹം അനുഭവിച്ച് ജീവിക്കുവാനാണ് എന്ന് തിരിച്ചറിയുവാൻ അങ്ങ് അവരെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ അനുഗ്രഹത്തിൽ മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ഞങ്ങളുടെ ക്രിസ്തു യേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന ഞങ്ങളുടെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറയുവാൻ തക്കവണ്ണം കർത്താവേ, ഇന്ന് പകൽ ഞങ്ങൾക്കിടയാക്കിയതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. എല്ലാ ആത്മീകമായ അനുഗ്രഹങ്ങളും അങ്ങ് ഇവരുടെ മേൽ പകർന്നിരിക്കാൻ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവരതിൻ്റെ അവകാശികളാകയാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, അത് റിസീവ് ചെയ്ത് അനുഗ്രഹം അനുഭവിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരും ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ സ്തോത്രം സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗ്ഗസ്ഥ പിതാവേ. ആമേൻ, ആമേൻ.